أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ ഈ കൂടിയിരുത്തം ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ഈ ഒരു ക്ലാസ്സോട് കൂടി വരുന്ന റമദാൻ അതിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കുവാനും അങ്ങനെ അള്ളാഹു റമദാനിലെ ലക്ഷ്യമായ ലഅല്ലക്കും തത്തഖൂൻ എന്നുള്ള മുത്തഖയായി തീരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും കഴിയുന്നതും നല്ല നിയത്തോടു കൂടി ശ്രദ്ധയോടുകൂടി ഈ ഒരു സ്ലൈഡ് ശ്രദ്ധിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ സ്ലൈഡും കൂടി നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹൃദയത്തിലേക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ കടക്കുക. അല്ല നമ്മൾ വേറെ ജോലികൾ ചെയ്തിട്ട് ഒരു ഓഡിയോ ആയി കേൾക്കുന്നതിന് പകരം വീഡിയോ ആയിട്ട് തന്നെ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. റമദാൻ ഇൻഷാ അല്ലാഹ് നാളെയോ മറ്റന്നാളോ നമുക്ക് റമദാൻ അടുക്കുകയാണ്. അപ്പൊ റമദാനിലേക്ക് എങ്ങനെ ഒരുങ്ങണം എന്നുള്ളത് നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ഒരു ഹുർമത്തും അതിൻ്റെതായ പൂർണ്ണതയോടുകൂടി അതിനെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് റമദാൻ എന്ന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളെക്കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതായത് പിന്നെ ഖുർആനിൽ പറയുന്നത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്നാണ്. അള്ളാനെ ഭയപ്പെടുന്നവര് പണ്ഡിതന്മാർ, അതായത് അറിവുള്ളവരാണ് അള്ളാനെ ഭയപ്പെടുന്നത് എന്നാണ് ഖുർആനിൽ പറയുന്നത്. അതായത് ആ അറിവുള്ളവർ എന്ന് പറയുന്നത്, ശരിയായ അറിവ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്ത് പറയുന്ന ഒരുപാട് ഭൗതിക വിജ്ഞാനം ഉണ്ടായിട്ട് ദൈവമില്ല എന്ന് പറയുന്ന ഒരാളുകളുണ്ട്. അത്തരത്തിലുള്ള അറിവിനെ അല്ല ഖുർആൻ ഉദ്ദേശിക്കുന്ന ഈ അറിവ്. ഈ അറിവ് എന്ന് പറഞ്ഞാൽ ശരിക്കും അള്ളാന് ഉള്ളില് എടുത്തുള്ള ദൈവ ഭയമുള്ള, അത്തരത്തിലുള്ള എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്നൊക്കെ അറിയുന്നുള്ള ആ അറിവാണ് ശരിയായ അറിവ്. ആ അറിവില്ലാത്തവർക്ക് ഒരു അറിവും ഇല്ല എന്നുള്ളതാണ് ശരി. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം, ഞാൻ എവിടെ നിന്ന് വന്നു, നമ്മൾ എങ്ങോട്ട് പോകുന്നു. അതായത് ഞാനും നിങ്ങളൊരു യാത്രയിലാണ്. ആ യാത്രയുടെ പകുതിയോ അല്ലെങ്കിൽ മുക്കാലോ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു യാത്രയിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. എവിടെ നിന്നോ വന്നു, നമ്മൾ എങ്ങോട്ടോ പോകുന്നു, അതിന്റെ മിഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് നമ്മളെ യാത്ര ഇങ്ങനെയാണ്. ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ജനിച്ച് ഈ ഭൂമിയിൽ വന്ന് നമ്മൾ ഇതാ മയ്യത്താവാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ് ഈ ലോകം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആ യാത്രയുടെ നടുവിലുള്ള ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് മരണത്തിന്റെയും ജന്നത്തിന്റെയും ഇടയിലുള്ള ഒരു ഇത്തിരി കാലം. അതായത് നമ്മളെല്ലാവരും ഓടാണ്. നമ്മളെല്ലാവരും ഈ മരണത്തിലേക്ക്, അതായത് ആ ഒരു കഫംപുടവയിലേക്ക് ഓടുകയാണ്. അതിൻ്റെ ഉള്ളിൽ കിടന്ന് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതായത് ഏതുപോലെ നിങ്ങൾ നോക്കൂ, സ്ലൈഡിൽ കാണുന്ന പോലെ നമ്മളെ മരണം ഒരു ചുമരായിട്ട് ഫിക്സ് ആക്കി വെച്ചിരിക്കുകയാണ്. അള്ളാഹ് ആ ചുമരനെ അവിടെ നിർത്തി വെച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും ഓടുകയാണ്, ദിവസവും രാവിലെ എഴുന്നേറ്റ് ഓടുകയാണ്. അപ്പൊ ഏതൊരാളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഫോൺ വിളിച്ചു നോക്കൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു നോക്കൂ, അവരെന്താ പറയാ, എനിക്ക് സമയമില്ല. എന്താണ് സമയമില്ലാത്തത്? സമയമില്ല, സമയം എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, എന്ത് സഹായം നിനക്ക് വേണ്ടതെന്ന് പറയുന്ന ആളുകൾ വളരെ കുറവായിരിക്കും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ. അപ്പൊ എല്ലാവരും എന്തിനൊക്കെയോ ഓടുകയാണ്. പക്ഷെ എവിടേക്ക് ഓടിയാലും അവസാനം അള്ളാഹ് ആ മരണമാകുന്ന ആ ഭിത്തിയിൽ നമ്മൾ ചെന്ന് മുട്ടും എന്ന് ഉറപ്പാണ്. ആ ഭിത്തി എന്ന് ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ നമ്മളാണ് അതിന്റെ അടുത്തേക്ക് ഓടി പോവാണ്. അവസാനം അതിനെ കണ്ടുമുട്ടും എന്നുള്ളത് 100% ഉറപ്പായ ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഒരു യാത്രയുടെ ഇടയിൽ ഞാൻ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിൽ നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എവിടേക്കാണ് യാത്ര പോകുന്നത്, മരണത്തോടു കൂടിയല്ല നമ്മൾ ഈ ഒരു യാത്ര അവസാനിക്കുന്നത്. അതിന്റെ അപ്പുറം, ആ ഭിത്തിക്ക് അപ്പുറം ഒരു ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് നമ്മുടെ ആത്മാവിന്റെ യാത്ര തുടരും എന്നുള്ളതാണ് സത്യം. അതായത് നമ്മൾ അള്ളാഹുവിൽ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് പോകുന്ന ഒരു യാത്രയിലാണ് നമ്മൾ. അള്ളാഹുവിൽ നിന്ന് വന്നു, നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ ശരിക്കും നോക്കുകയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം ഇപ്പൊ ഞാൻ, നിങ്ങൾ അല്ലെ, നമ്മൾ ഓരോരുത്തരും നഫ്സാണ്, ഓരോ നഫ്സാണ്, ആത്മാവാണ്. പരലോകത്ത്
പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഓരോരുത്തരും യാ നഫ്സി യാ നഫ്സി യാ നഫ്സി എന്നാ പറയാ. എന്റെ ആത്മാവേ എന്നെ രക്ഷിക്കണേ, എനിക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ എന്ന് ചിന്തിക്കുന്ന ഒരു അവസരം വരാനുണ്ട്, ആ യാ നഫ്സ്. അപ്പൊ ഈ നഫ്സിനെ കുറിച്ച് ഇപ്പൊ തന്നെ ചിന്തിക്കുന്നവർക്കാണ് ആ സമയത്ത് ആ നഫ്സിനെ കുറിച്ച് സംതൃപ്തി അടയാൻ പറ്റുള്ളൂ. യാ നഫ്സി എന്ന് വിളിക്കുമ്പോൾ സംതൃപ്തി തോന്നണമെങ്കിൽ ഈ നഫ്സിനെ കുറിച്ച് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്റെ നഫ്സിന്റെ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. ശരിക്കും നമ്മളെ കുറിച്ച് ചിന്തിക്കണം. അള്ളാഹുവിൽ നിന്നുള്ള യാത്ര, ആ യാത്ര നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ കിടന്ന് 10 മാസം, എന്നിട്ട് നമുക്ക് ഇഷ്ടമുണ്ടായിട്ടോ ഇല്ലാതെയോ ആ സമയമായപ്പോ അള്ള പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കാൻ പോകുന്നത് 60ഓ 70ഓ വയസ്സ് വരെ. അത് നമ്മള് പ്രവാചകന്റെ വയസ്സ് മരിക്കുമ്പോൾ 63 അപ്പൊ ആ ഒരു നമ്മുടെ ഉമ്മത്തിന്റെ പ്രായം എന്ന് പറയുന്ന 60 to ഒരു 70 80 അങ്ങനെ ഉണ്ടാവുള്ളൂ, ബിലോ 100. അപ്പൊ അതാണ് നമ്മൾക്ക് ഈ ലോകത്ത് നമുക്ക് മാക്സിമം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 100 years ആണ്. അതിന്റെ അപ്പുറം പോയത് വളരെ കുറവാണ്. അത് കഴിഞ്ഞിട്ട് തീർച്ചയായും ഉറപ്പായിട്ടും നമ്മൾ എന്താവും, പരലോക യാത്ര തുടങ്ങും. ഗ്രേവ് എന്ന ആ ഒരു ഭയാനകമായ വീട്ടിൽ നിന്ന് തുടങ്ങി പിന്നെയുള്ള യാത്ര ഭയാനകമായ യാത്രയാണ്. ആ യാത്ര എന്ന് പറയുന്നത് നിങ്ങൾ എന്താ പറയാ, ഈ ജീവിതവുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ സർക്കിളിൽ നിങ്ങൾ നോക്കൂ. ഞാൻ ഈ പറയുന്ന ഈ സർക്കിൾ നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മുടെ പരലോക ജീവിതം എന്ന് പറയുന്ന ഒരുപാട് അനന്തമായിട്ട് കിടക്കുന്ന ഈ സർക്കിളിന്റെ ബാക്കി ഭാഗം മുഴുവൻ ഞാൻ ഫേസ് ചെയ്യാനുള്ള പരലോക യാത്രയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര കുറച്ച് കാലാണ്, തുച്ഛമായ കാലാണ് 60 to 70 years എന്ന് പറയുന്നത്. അപ്പൊ ഈ പരലോക യാത്രക്ക് വേണ്ടിയുള്ള ആ ഒരു സമയത്ത് തയ്യാറാവാനുള്ള സമയമാണ് ഈ 60 to 70 years ഈ ലോകത്തുള്ളത്. അത് ഒരുപാട് കാലം വർഷക്കിയായ ജീവിതത്തിൽ കിടക്കുന്നു. അപ്പൊ ഇനി ഇതില് ആദ്യം നമ്മൾ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇതില്, ഒന്നും അറിയാത്തവനായിട്ട് അള്ളാന്റെ കാരുണ്യത്തിൽ മാത്രം നമ്മൾ ജനിച്ച് ഉണ്ടായ, നമ്മുടെ ഉമ്മാന്റെ വയറ്റിൽ ഉണ്ടായ ഈ കുഞ്ഞ് അള്ളാന്റെ സംരക്ഷണത്തിന് മാത്രമായിട്ട് പിന്നെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു അവസ്ഥ. ഒന്നും അല്ലാത്ത, അതായത് പിന്നെ ജനിച്ചു വീഴുമ്പോ തന്നെ നമ്മുടെ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഒരു കാരുണ്യത്തിലും അള്ളാന്റെ ഒരു കെയറിലൊക്കെ നമ്മൾ ജീവിച്ച് വലുതായതാണ്. പിന്നെ നമ്മൾ ജീവിച്ച് നോക്കി നോക്കൂ, 70 years നമ്മളെ ലൈഫ് ടൈമിൽ നമ്മൾ ചെലവഴിക്കുന്ന ആ പ്രായത്തിന്റെ ഒരു അവസ്ഥ നോക്കി നോക്കൂ. അവസാനം സൂറത്ത് യാസീനിൽ പറയുന്ന പോലെ ഈ കിടന്ന് മറിയുന്ന ഈ കുഞ്ഞ്, തുടക്കത്തിലുള്ള ആ കുഞ്ഞിന്റെ അതേ സ്വഭാവമാണ് പ്രായമാകുമ്പോ ഉണ്ടാവുക. നമുക്ക് നമ്മൾ അറിയാത്തൊരു മാനസികാവസ്ഥയിലേക്ക്, ശാരീരികമായും മാനസികമായിട്ടും ഒക്കെ സ്വഭാവമൊക്കെ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെല്ലാം പോകുമെന്ന് സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കുറച്ചു കാലമാണ് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ചോരത്തിളപ്പോടുകൂടി ജീവിക്കാൻ പറ്റുന്ന കുറച്ചു കാലാണ് ഈ യങ് ഏജിൽ നമ്മളെ യുവത്വം, യുവതികളായിട്ടുള്ള കാലം എന്ന് പറയുന്നത്. അതിൽ തന്നെ കുട്ടികളെ നോക്കിയിട്ടും ഗർഭിണിയായിട്ടും കുറേ ബുദ്ധിമുട്ടുള്ള അവസ്ഥകളുണ്ട്. അപ്പൊ ഒരു ഇത്തിരി കാലാണ് അള്ളാഹു നമുക്ക് ഈ ലോകത്ത് വളരെ ഊർജ്ജസ്വലതയോടുകൂടി നമ്മളുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള ഒരു ആരോഗ്യവും പൈസയും ഒക്കെ തരുന്ന ഒരു കാലം എന്ന് പറയുന്നത് കുറച്ചു കാലാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലുള്ള ഒരു സ്റ്റേജിലായിരിക്കും ഞാനും നിങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടാവുക. ഒരു 20 to 40, 45, 50 പറയാം. ആ 50 yearsന്റെ ഉള്ളിലാണ് നമ്മൾക്കൊരു പൈസ കയ്യിലുണ്ടാവും. നമുക്ക് എവിടെ വിചാരിച്ചാൽ വാങ്ങാം, എന്ത് വാങ്ങാം, എവിടെയും പോവാം. നമ്മുടെ ഇഷ്ടത്തിന് ഉമ്മ എന്ന് വിളിക്കാൻ കുറെ മക്കളുണ്ട്, അല്ലെ, ഭാര്യയെ കെയർ ചെയ്യാൻ ഒരു ഹസ്ബൻഡ് ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് ഉണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത, നമ്മൾ ഒറ്റക്ക് ശാരീരികമായിട്ടും തളർന്നുണ്ടാകുന്ന ഒരു അവസ്ഥയും ഉണ്ടായേക്കാം. അള്ളാഹുവിന്റെ അടുത്ത് മാത്രമുള്ള കാര്യമാണത്. അപ്പൊ ഈ അവസ്ഥയില് ആ യുവത്വം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അള്ളാഹു ഏറ്റവും കൂടുതൽ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് യുവതികളായ സമയത്താണ്. കാരണം ആ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം അള്ളാഹ് ചോദിക്കുന്നത് യുവത്വത്തെ കുറിച്ച്. നിന്റെ യുവത്വം നീ എങ്ങനെ ചെലവഴിച്ചു, എന്തിന് ചെലവഴിച്ചു, എവിടെ ചെലവഴിച്ചു എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ നമുക്ക്, അള്ളാഹിന്റെ അടുത്ത് ഉത്തരം പറയാൻ നമുക്കൊരു കാരണമുണ്ട്. എന്റെ സമയം പടച്ചവനെ ഞാൻ ഇതിനാണ് ഉപയോഗിച്ചത് എന്ന് ആ ഉത്തരം അള്ളാഹു തൃപ്തിപ്പെടുത്തുകയും വേണം. അപ്പൊ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അതിനുശേഷം നമ്മുടെ ഒരു യാത്ര മണ്ണിനടിയിൽ, നമ്മുടെ ഉമ്മ വല്യപ്പന്മാരൊക്കെ ഇപ്പോ ഉള്ള അവസ്ഥ ഇതാണല്ലേ. ഖിയാമത്തായിട്ടില്ല. ആലാണ് തിരിച്ചു ജീവൻ കിട്ടുക. അപ്പൊ അതുവരെയുള്ള അവരുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ, അല്ലെ. ഇടക്കിടക്ക് ഖബറിലൊക്കെ പോകുന്നവർക്ക് ആ ചിന്ത വരും, പഠിച്ചവനെ. അപ്പൊ ഇവിടെ ഖത്തറിലൊക്കെ ഖബർ സന്ദർശനത്തിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, നമ്മളെ ഈ ഖത്തറിൽ മുഴുവൻ ഓടുന്ന ആളുകൾ എങ്ങോട്ടായി ഓടുന്നത്,
ഈ ഖബറിന്റെ അടിയിൽ വന്ന് കിടക്കാൻ ഒരു ദിവസം അതിനു വേണ്ടിയാണ് ഓടി 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 കാറുകളും വണ്ടികളും ഒക്കെ ഓടുകയാണ് എല്ലാവരും. പക്ഷെ അവസാനം മണ്ണിന്റെ അടിയിൽ വന്ന് കിടക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ ആ അവസ്ഥയിൽ കിടക്കുന്ന ആളുകൾക്ക് ആകെ ഉള്ളത് അവർ അത്രയും കാലം പ്രവർത്തിച്ചിരുന്ന അവരുടെ ശരീരവും അവരുടെ ഡ്രസ്സ്, എത്രയോ സമയം നമ്മൾ നമ്മുടെ ശരീരം മൊഞ്ചാക്കാനും നമ്മുടെ ഡ്രസ്സ് വാങ്ങാനും ഡ്രസ്സിലെ കളർ ചൂസ് ചെയ്യാനും ഡ്രസ്സിലെ ഫാഷൻ എന്താണ് ഏത് മോഡൽ വേണം എന്നൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി എന്തോരം സമയമാണ് നമ്മൾ കളയുന്നില്ല. ഇനി ഇപ്പൊ തന്നെ പെരുന്നാളാവാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാത്തവരുണ്ടാവും. ഇനി അവര് പോകുന്നൊരു സമയം വെച്ചാൽ അവസാനത്തെ പത്തില് അവസാന സമയം ചോദിച്ചാൽ അവസാന 2 ദിവസം മുന്നേ അവർ ഏറ്റവും വിലപ്പെട്ട അള്ള പറഞ്ഞ ഒരു വർഷത്തിൽ ആ സമയം അവര് കടകളിൽ തെണ്ടി നടന്നുകൊണ്ട് സമയം ചെലവഴിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. കാരണം പെരുന്നാൾക്കുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു സുന്നത്താണ്. വളരെ വളരെ സുന്നത്തായ കാര്യം മാത്രമാണ് പുതിയ ഡ്രസ്സ് എടുക്കുക എന്നുള്ളത്. അപ്പൊ അതിനേക്കാളും വലിയ നല്ല 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 ഓഫറുകളിൽ അള്ളാന്റെ സമയം കളഞ്ഞിട്ടാണ് ഈ സുന്നത്തായ ഒരു കാര്യത്തിന് അവര് നടക്കുന്നത്. അപ്പൊ അത്രക്കും നമ്മളെ ശരീരമാകുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന സമയം നിങ്ങൾ ആലോചിച്ചു. ആ ശരീരം ജീർണിച്ച് വെറും എല്ലുമായിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണിത്. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഞാൻ എന്റെ ഇഹലോകം ചെലവഴിച്ചെന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ, ഒരു ഇത് വേണം നമുക്ക്. അടുത്തതായി വരുന്നത് ഈ കിടത്തം. ഈ ഈ ഈ ഒരു കിടത്തം ഉണ്ടല്ലോ, ഈ മർസക്കിയായ ആ കിടത്തം മണ്ണിനട, അത് വരുന്നത് ഖിയാമത്ത് നാൾ വരെയാണ്. ഖിയാമത്തായി കഴിഞ്ഞാൽ അമ്മ ജുസയിൽ മുഴുവൻ ഖിയാമത്തും പരലോകത്തെ കുറിച്ച് അള്ള പരിചയപ്പെടുത്തുന്നത് ഖുറാനിലെ അമ്മ ജുസയിൽ. അപ്പൊ അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന യൗമുൽ ഖിയാമ എന്ന ആ ദിവസമാണ്. ആ ദിവസത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അന്നേ ദിവസം ഭൂമി പിളർത്തപ്പെടും, നക്ഷത്രങ്ങൾ പൊട്ടി വീഴും, സൂര്യൻ അതിന്റെ ലൈറ്റിനെ ഇങ്ങനെ ചുരുണ്ട് ഉള്ളിലേക്ക് വലിച്ച് ഇരുട്ടായി പോവും, ആകാശം ചുവന്ന നിറമാവും, കടൽ കാളി കത്തിക്കപ്പെടും, എല്ലാ വന്യമൃഗങ്ങളും ഒരുമിച്ച് കൂടും, മനുഷ്യനിങ്ങനെ ഈ മലകൾ ഇങ്ങനെ പാറി നടക്കും. ഒരുപാട് അവസ്ഥകൾ വരണ്ട്. എന്നിട്ട് ആ മനുഷ്യൻ വീണ്ടും അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു അവസ്ഥ വരാനുണ്ട്. ആദം അലൈഹിസ്സലാം മുതൽ ഈ ലോകത്ത് അവസാനമായി ജനിക്കുന്ന മനുഷ്യൻ വരെ ഒരുമിച്ച് മഹ്ശറ എന്ന മഹാവിചാരണ സഭയിൽ ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥ. എന്തിനാണ് ഒരുമിച്ച് കൂടുന്നത്? പടച്ചവനെ, ഞാൻ ഇത്രയും കാലം ചെയ്ത എന്റെ അമലുകൾ കൊണ്ട് അള്ളാന്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. റബ്ബെ, ഞാനിതൊക്കെയാണ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി ജഡ്ജ്മെന്റ് ഡേ എന്ന് പറയുന്ന വിചാരണാ ദിവസം. അപ്പൊ അന്ന് ആ മനുഷ്യന് ഭൂമിയിൽ അതിന്റെ മേലെ സൂര്യൻ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു ചാൺ അകലെ എന്നാ പറയുന്നത് സൂര്യൻ ഉണ്ടാകുന്ന മഹ്ശറയിൽ. ആ സമയത്ത് ഓരോ മനുഷ്യരും വേർത്ത് വേർത്ത് ചൂട് ഇതൊക്കെ ഈ നിൽപ്പൊക്കെ എന്ന് പറയുന്ന ദിവസങ്ങളല്ല, വർഷങ്ങളോളാണ്. വർഷങ്ങളോളം അവിടെ നിന്ന് തളർന്ന് ഒരു സത്യനിഷേധി പറഞ്ഞു പോകും അത്രേ, നരകായാലും വേണ്ടില്ല പടച്ചവനെ, വിചാരണ ഒന്ന് കഴിഞ്ഞിട്ട് ഇതിനൊരു അവസാനം ഉണ്ടായാൽ മതിയെന്ന് ഈ നൃത്തത്തിന് എന്ന് പറഞ്ഞു പോകുന്ന, അത്രക്കും മുഷിഞ്ഞു പോകുന്ന ഒരു നൃത്തമാണത്. അപ്പൊ ആ നൃത്തത്തിന്റെ സമയത്ത് ആ ഒരു സൂര്യന്റെ ചൂടേറ്റ് ഓരോരുത്തർ വേർത്ത് 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 ഒലിച്ചൊലിച്ച് ഓരോരുത്തര് സ്വന്തം വിയർപ്പിൽ ഒഴുകി നടക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന അവസ്ഥ. എന്താ വെച്ചാൽ ആ വിയർപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തർ ചെയ്ത് കൊണ്ടുവന്ന കർമ്മങ്ങൾക്കനുസരിച്ച ഓരോരുത്തർ വിയർപ്പും അവരനുഭവിക്കുന്ന പ്രയാസവും ചൂടും എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് അമലുകളുമായി വന്ന ആളുകൾക്ക് ഇത്രയും സൂര്യൻ ഉണ്ടായാലും ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ അവരുടെ അമലും അവരുടെ ഈമാനും അവർ ചെയ്ത കർമ്മങ്ങളുമാണ് ആ സമയത്തെ പ്രയാസം എന്ന് പറയുന്നത്. ഇനി അന്ന് ആ ദിവസം ആ പരലോകത്ത് നിന്ന് ആ ലോകത്ത്, അനന്തമായ ലോകത്ത് നമുക്ക് ഫേസ് ചെയ്യാനുള്ള 3 കടമ്പകളാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ നൽകുന്നത്. അപ്പൊ അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. മനുഷ്യന്റെ ഗ്രന്ഥം വലത് കൈയിലോ ഇടത് കൈയിലോ അല്ല നൽകപ്പെടും. പക്ഷെ വലത് കൈയിൽ ലഭിക്കുന്നവൻ എന്നേക്കുമായി സന്തോഷത്തിലാണ്. യുഹാസബു ഹിസാബൻ യസീറ, വളരെ എളുപ്പമായ ഹിസാബ്, കണക്ക് നോക്കലാണ് അള്ളാഹ് അവൻക്ക് ഉണ്ടാവുക. എന്നാൽ ഇടത്ത് കൈയിൽ കിട്ടുന്നവനോ അവന് ബാക്കിലൂടെയാണ് അത് വാങ്ങുന്നത്, ആരും അറിയാതിരിക്കാൻ, വളരെ ഭയാനകമായി അല്ലെ. അവൻ പറയുന്ന യാ ലൈതന, എന്റെ നാശമേ എന്ന് വിളിച്ചിട്ട് ഓടി നടക്കുകയാണ് ചെയ്യുക. ഇനി രണ്ടാമതൊരു തുലാസാണ്. തുലാസ് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരവസ്ഥയാണ്. ഈ കർമ്മങ്ങളും നമ്മുടെ ആ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരകമായ ഈമാനും ഒക്കെ അളക്കുന്ന ഒരു തുലാസാണ് പരലോകത്തിന്. അള്ളാഹ്ക്ക് മാത്രം, അള്ളാഹു ആലം അതെങ്ങനെയാണെന്നുള്ളത്. ഞാനിവിടെ ഒരു ചിത്രം കാണിച്ചു എന്ന് മാത്രം തുലാസിന്റെ. പക്ഷെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ ഈമാന്റെ ദൃഢത,
അതൊക്കെ അളക്കാൻ പറ്റുന്നത് അള്ളാന്റെ അടുത്തുള്ള ഒരു തുലാസ് മാത്രമേ അത് പറ്റുള്ളൂ, മീസാൻ എന്ന് പറയുന്നത്. فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية. ആരുടെ തുലാസാണോ കനം തൂങ്ങിയത് അവൻ നല്ല സമാധാനമുള്ള ജീവിതത്തിൽ ഇഹ്സത്തി റാദിയ തൃപ്തിപ്പെട്ട ജീവിതത്തിലായിരിക്കും. എന്നാൽ ആരുടെ തുലാസാണോ കനം കുറഞ്ഞത് അവൻ വല്ലാത്തൊരവസ്ഥ. ഉമ്മുഹു ഹാവിയ, അവന്റെ സങ്കേതം ഹാവിയാണ്, നരകമാണ്. അപ്പൊ ഇവിടെ പറയുന്ന ഈ തുലാസ് എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കും ഗ്രന്ഥങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. വലത് കയ്യിൽ കിട്ടിയ ഒരാളുടെ ഗ്രന്ഥം അത് പിന്നെ സ്വർഗത്തിലാണ് അയാൾ എന്നുള്ള വലത് കയ്യിൽ കിട്ടുന്ന ഒരാൾക്ക് മനസ്സിലാവും. പിന്നെ അള്ളാഹ് എന്തിനാണ് നമ്മുടെ തുലാസിൽ നമ്മുടെ കർമ്മങ്ങൾ തൂക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്കറിയാം എനിക്കിപ്പോ ഇന്ന് 24 മണിക്കൂറാണ് ഓരോ ആളുകൾക്കുള്ളത്. അപ്പൊ ആ 24 മണിക്കൂറിൽ ഞാനും നിങ്ങളിൽ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളുടെ ടൈപ്പിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ. ഇപ്പൊ ചില ആളുകൾ നാട്ടിലൊക്കെയാണ് വീട്ടില് പ്രായമായ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോ നോമ്പാണെങ്കിലും ഖുർആനൊന്നും ഒരുപാട് കത്തും തീർക്കാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. എന്തുകൊണ്ട്? ഈ പ്രായമായ മാതാപിതാക്കൾ വീട്ടിലുള്ളത് കൊണ്ട് അവരുടെ വിളിയും അവരുടെ ആവശ്യങ്ങളും നിറവേറ്റുമ്പോൾ ഇവർക്ക് എന്താണ് സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള ഇബാദത്തിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നേരെ മറിച്ച് ഗൾഫിലുള്ള ഒരാൾക്ക് മക്കളും ഭർത്താവും ജോലിക്ക് പോയി ഇഷ്ടം പോലെ സമയമാണ്, അവൾ അങ്ങനെ കത്തം തീർക്കുകയാണ്. അപ്പൊ ഓരോരുത്തർക്കും തന്ന സാഹചര്യവും വ്യത്യാസമുണ്ട്. അപ്പൊ ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയം 24, പക്ഷെ രണ്ടുപേർക്കുള്ള സമയം 24 മണിക്കൂർ തന്നെയാണ്, അതിൽ മാറ്റമില്ല. അപ്പൊ ഇതിൽ ചെയ്യുന്ന കർമ്മങ്ങൾ തീർച്ചയായും തൂക്കപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഒരു പ്രായമായ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോ അവർക്ക് അവരുടെ അടുത്ത് സ്വർഗാണ് നിൽക്കുന്നത്. അത്രക്കും പുണ്യമുള്ള കാര്യമാണ് പ്രായമായ മാതാപിതാക്കളെ സേവിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഖുർആൻ ഓതിനേക്കാളും എത്രയോ ഹൈ റാങ്കിങ് ഉള്ള ഒരു കർമ്മമാണ് പ്രായമായ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗം കിട്ടാത്തൊരവസ്ഥ ആള് നശിക്കട്ടെ എന്നാ പറഞ്ഞത്. അത് അത്രക്ക് അവർക്ക് സ്വർഗം അടുത്ത് വന്നിട്ട് പോലും അവർക്ക് അത് കിട്ടാൻ പറ്റിയില്ല, മര്യാദക്ക് അവർ നോക്കാത്തത് കൊണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ ഖുർആൻ ഓതുന്നതും ഈ മറ്റേതും തുലാസിൽ വെക്കുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും കനം തൂങ്ങുന്ന ഈ മാതാപിതാക്കളെ സേവിച്ചതായിരിക്കും. പക്ഷെ 24 മണിക്കൂർ രണ്ടുപേരും സമയം ചെലവഴിച്ചത് ഖുർആൻ ഓതാനും മറ്റും ഒരേ സമയം, പക്ഷേ രണ്ടിന്റെയും വെയിറ്റ് നിങ്ങൾ നോക്കൂ, വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ ആയുസ്സിലെ കർമ്മങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെയൊക്കെ ആയുസ് ഫിക്സഡ് ആണ്, വളരെ ഫിക്സഡ്. ഒരു നിമിഷം പോലും നീട്ടാനോ കുറക്കാനോ പറ്റില്ല. അപ്പൊ ആ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ ജാരിയത്തായ കർമ്മങ്ങൾ ചെയ്യാൻ നോക്കുക. ജാരിയത്ത് എന്ന് പറയുന്നത് നമുക്ക് മരിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന കർമ്മങ്ങൾ അല്ലെ. ഒരുപാട് കർമ്മങ്ങളുണ്ട്, മരിച്ചു കഴിഞ്ഞാലും അതിന്റെ പ്രതിഫലനങ്ങൾ ബാക്കിയാവുന്ന കർമ്മങ്ങൾ. രണ്ടാമത് വലിയ ഭയങ്കരമായിട്ട് പുണ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോഴാണ് നമ്മൾക്ക് തന്ന ആയുസ് കൂടുതൽ കനപ്പെട്ട കർമ്മങ്ങൾ കൊണ്ട് മരിച്ചു പോകാൻ പറ്റുള്ളൂ. ചില ആളുകൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് തൃപ്തി അടയുന്നവരുണ്ട്. പക്ഷെ മേ ബി കനം തൂങ്ങുന്ന കർമ്മങ്ങൾ ചെയ്യാൻ കൂടുതൽ പ്രയാസം ഉണ്ടാവും. നമുക്കറിയാം, മാതാപിതാക്കളെ നോക്കാൻ നല്ല ക്ഷമ വേണം. നമ്മൾ ഉറക്കം ഒഴിച്ച് അവരെ നോക്കേണ്ടി വരും, നമുക്ക് ദേഷ്യം വരും, അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വെയിറ്റും കൂടുതലാണ്. നേരെ മറിച്ച് വെറുതെ ഖുർആൻ ഓതി നമുക്ക് ബാക്കിയുള്ള സമയത്തൊക്കെ ഇരിക്കാൻ നല്ല എളുപ്പമുള്ള കാര്യമാണ് അതല്ലേ. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കനപ്പെട്ട കർമ്മങ്ങൾ ചൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് ഈ തുലാസില് നന്മയുടെ തട്ട് ഒരുപാട് കനം തൂങ്ങുന്നത്. അപ്പൊ അതാണ് തുലാസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് സിറാത്ത് പാലം. ഈ സിറാത്ത് പാലം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ പറയാ, ചിലർക്കൊക്കെ അറിയായിരിക്കും, വളരെ ലൈറ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള നമ്മുടെ ഒരു മുടി നാലാക്കിയിട്ടുള്ള എന്നൊക്കെ പറയുന്ന അത്രക്കും തിന്നായിട്ടുള്ള വഴുവഴുപ്പ് എന്ന് പറഞ്ഞാൽ ചവിട്ടിക്കഴിഞ്ഞാൽ ഓയിലി ആയിട്ടുള്ള ഒരു നരകത്തിന് കുറുകെയുള്ള ഒരു പാലമാണ് സിറാത്ത് പാലം. ഈ സിറാത്ത് പാലത്തും കൂടി കടക്കേണ്ടവർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ മാത്രം, ഏകനായ റബ്ബിനെ മാത്രം ആരാധിച്ചവർക്ക് മാത്രമേ സിറാത്ത് പാലത്തുമൊക്കെ കടക്കേണ്ടി വരുള്ളൂ. അപ്പൊ പരലോകം ഖുർആൻ എന്നുള്ള പുസ്തകം വായിച്ചവർക്കറിയാം, ഈ ബഹുദൈവ വിശ്വാസികളായ അള്ളാഹു അല്ലാത്ത ഒരുപാട് ആളുകളെ പങ്കാളികളാക്കി ഷിർക്ക് ചെയ്ത ആളുകളുടെ വിചാരണ നേരത്തെ കഴിയുകയും അവർ ഓൾറെഡി നരകത്തിലേക്ക് എറിയുകയും ചെയ്യും. പിന്നീട് ബാക്കിയാവുന്നത് ഏകദൈവ വിശ്വാസികളായ ആളുകളും അതിൽ കപട വിശ്വാസികൾ ഉണ്ടാവും, അതിൽ ഒരുപാട് തെറ്റ് ചെയ്ത മുഅ്മിനീങ്ങൾ ഉണ്ടാവും. പക്ഷെ അവര് ആരാധിച്ചത് അള്ളാഹ് എന്ന ഏകനായ റബ്ബിനെ മാത്രമാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളാണ് ഈ സിറാത്ത് പാലത്തും കൂടി കടന്നു പോവുക. അതായത്
അങ്ങകലെ എല്ലാ വിചാരണയും കഴിഞ്ഞ് ഈ സിറാത്ത് പാലം പുസ്തകം നൽകലും മറ്റേ തുലാസും ഒക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ തളർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് അള്ളാഹിനോട് അവർ ചോദിക്കുന്നുണ്ട്, പടച്ചവനെ ഇനിയും ആയില്ല. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ മറ്റേ പുസ്തകങ്ങളും തുലാസും ഒക്കെ കഴിഞ്ഞ് അവരെത്തുന്നത്. എന്നിട്ട് തളർന്നു പോയിട്ട് എങ്ങനെയെങ്കിലും ആ സ്വർഗത്തിൽ ഒന്ന് എത്തിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഓരോ മനുഷ്യരും ഉണ്ടാവുക. അപ്പൊ എവിടെയാ റബ്ബേ സ്വർഗം എന്ന് ചോദിക്കുക. സ്വർഗം അങ്ങകലെ കുറേ ദൂരായിട്ട് സ്വർഗത്തിൽ അള്ളാഹ് കാണിച്ചു കൊടുക്കും. പക്ഷെ ആ സ്വർഗത്തിലേക്ക് എത്തേണ്ടത് നരകമാകുന്ന ഭയാനകമായ കുഴിയുടെ മുകളിലൂടെയുള്ള ഈ സിറാത്ത് പാലത്തുമ്മ കൂടി കടന്നിട്ടാണ് ഓരോ മനുഷ്യനും സ്വർഗത്തിലേക്ക് കടക്കേണ്ടത്. ആ പാലം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഈ ലോകത്ത് സുഖമായിട്ട് നമ്മൾ റൂമുകളിലൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാലമൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല അല്ലെ. ഓരോ മനുഷ്യനും കടന്നു പോകാനുള്ള ഒരു പാലാണിത്. ഏതുവരെ പ്രവാചകന്മാര് പോലും നെഞ്ചത്ത് കൈവച്ചിട്ട് പേടിച്ചിട്ടാണ് ഈ 3 കടമ്പകൾ, ഏത് പുസ്തകവും തുലാസും സിറാത്ത് പാലവും, അത്തരത്തിലുള്ള വലിയ മഹാന്മാര് പോലും പേടിച്ചിട്ടാണ് ഈ കടമ്പകൾ അവർ കടന്നു പോകാൻ അവർക്ക് പറ്റുന്നത്. അതായത് പേടിയാണ് എന്താവും എന്നുള്ളത്. അപ്പൊ അത്തരത്തില് ഉള്ള ഈ പാലത്തിനെ നമ്മൾ എപ്പോഴും മുന്നിൽ കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒന്ന് കൈവിട്ടു പോയാൽ നരകത്തിലാണ്, ഒന്ന് വഴുതിപ്പോയാൽ നരകത്തിലാണ്. അപ്പൊ ഈ ഒരു പാലം ആ ഈ ഒരു പാലം ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. ഈ ഒരു പാലം നമ്മള് വിശ്വാസികളായ ആളുകൾ, അവിടെ വിശ്വാസികൾ എല്ലാവരും കടന്നു പോകുന്ന സമയത്ത് അതിന്റെ ഇടയിൽ അവർക്ക് ചില ആളുകൾ വളരെ ചോരയൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൽ എത്തുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ പാലത്തിന്റെ 2 സൈഡിലും ഒക്കെ എന്തുണ്ടാവും എന്നറിയോ, ഇരുമ്പ് ദണ്ടുകള്, ഷാർപ്പായിട്ടുള്ള ഇരുമ്പ് ദണ്ടുകൾ ഘടിപ്പിച്ചിട്ടുള്ള ആ ഇരുമ്പ് ദണ്ടുകള് ഈ മനുഷ്യന്റെ മേലെ അവൻ ചെയ്ത തെറ്റുകൾക്ക് അനുസൃതമായിട്ടുള്ള ശിക്ഷകൾ അനുഭവിപ്പിച്ചിട്ടാണ് അവൻ സ്വർഗത്തിലേക്ക് പോകുന്നത്. നരകത്തിൽ വീണില്ലെങ്കിലും കപടവിശ്വാസികളായ നരകത്തിൽ പാത്രമായിട്ടുള്ള ആളുകൾ എന്താവും, നരകത്തിലേക്ക് വഴുതി വീഴുന്നു. അവർക്ക് ഒരിക്കലും സ്വർഗത്തിലെത്താൻ പറ്റില്ല. പക്ഷെ ഈ മറ്റേ ആളുകൾ ഉണ്ടല്ലോ, സ്വർഗത്തിലെത്തുന്ന ചില ആളുകളിൽ അവർ ചെയ്തു പോയ കുറേ തെറ്റുകൾ ഉണ്ടാവും. അതിനുള്ള ശിക്ഷ ആ പാലത്തിനോട് തന്നെ കൊടുത്തിട്ടാണ് ആ സ്വർഗത്തിൽ അവരെത്തുന്നത്. ചോര ഒലിപ്പിച്ചുകൊണ്ടൊക്കെ അവിടെ എത്തുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതാണ് ഈ സിറാത്ത് പാലം. അപ്പൊ ഈ കടമ്പകളിലൊക്കെ ഈ സിറാത്ത് പാലം കടന്നു പോകേണ്ട ഇത് കൂരാകൂരി ഇരുട്ടത്താണ്. ആ ഇരുട്ടത്ത് അള്ളാഹു ഓരോ മനുഷ്യനും വെളിച്ചം നൽകുന്നുണ്ട്. ഓരോ മനുഷ്യന്റെ കയ്യിലും വെളിച്ചം കൊടുക്കുന്നു. ഇത് വെച്ചിട്ട് വേണം ആ മനുഷ്യന് ഓരോ വെളിച്ചം കിട്ടിയിട്ട് ഓരോ അടി 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 വെച്ചിട്ടാണ് പോണത്. അതില് പ്രവാചകന്മാരൊക്കെ വളരെ സൂര്യനെ പോലെയുള്ള വെളിച്ചം ഉണ്ടാകും. ആ വെളിച്ചം കൊണ്ട് പെട്ടെന്ന് അവരങ്ങ് ഞൊടിയിടയിൽ കാറ്റ് പോലെയാണ് പ്രവാചകന്മാർ കടന്നു പോകുന്നത്. അവരും കടന്നു പോയാൽ ലൈറ്റ് അങ്ങ് ഓഫ് ആവുന്നു, അടുത്ത ആളുടെ ഊഴം വരുന്നു. അങ്ങനെ വരുമ്പോ ഏറ്റവും ലോ ആയിട്ടുള്ള ആൾക്ക് കിട്ടുന്ന ലൈറ്റ് വളരെ തുച്ഛമായ ഈ സീറോ ബൾബിന്റെ ഒക്കെ ലൈറ്റ്, അത് ഓഫ് ആവുക കുറേ നേരം, എപ്പോഴെങ്കിലും ഒന്ന് ഓൺ ആവുക, അത്തരത്തിലുള്ള ഏറ്റവും ചെറിയ ലൈറ്റാ ഉണ്ടാവുക. ഈ ലൈറ്റിന്റെ കാഠിന്യം എന്തിനനുസരിച്ചാണ്, ഓരോരുത്തർ ചെയ്ത കർമ്മങ്ങൾ, അവരുടെ ഉള്ളിലുള്ള ഈമാൻ, അത്രമാത്രം അള്ളാഹുവിന് സമർപ്പിച്ചവരാണ്, അള്ളാഹിനെ സ്നേഹിച്ചത്, ഇതൊക്കെ അവരുടെ ആ ഒരു ലൈറ്റിന്റെ കാഠിന്യത്തിന്റെ അളവ്, അതിന്റെ അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ വിശ്വാസം, അവരുടെ കർമ്മങ്ങൾ, ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ പറയുമ്പോ ഈമാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അല്ല കേട്ടോ. ഈ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഓരോരുത്തരുടെ ഈമാന്റെ ലെവലും വ്യത്യാസമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ജിഹാദിന്റെ ഒരു അവസരം വരികയാണ്, യുദ്ധത്തിന് അവസരം വരുന്ന സമയത്ത് പല ആളുകളും ജിഹാദിന് പോകുന്ന മെന്റൽ സ്റ്റേറ്റ് വ്യത്യാസമാണ്. ചില ആളുകൾ പേടിച്ചിട്ടൊന്ന് പോയി നോക്കാം, അതായത് ഇനിയിപ്പോ ഞാൻ പോയില്ലെങ്കിൽ ഇപ്പൊ അള്ളാഹ് എന്നെ ശിക്ഷിക്കൂലേ എന്ന് വിചാരിച്ചിട്ട് പോകുന്നവരുണ്ടാവും. ചില ആളുകൾ എന്നാ അങ്ങ് പോയി നോക്കാം, കുറെ കാലമായില്ലേ പറയുന്നു, നമുക്കൊന്ന് സ്വർഗം, അങ്ങനെ പോകുന്നവരുണ്ടാവും. നേരെ മറിച്ച് അള്ളാഹിനെ കണ്ട് അള്ളാഹിന്റെ തൃപ്തി വേണം, എനിക്ക് സ്വർഗത്തിൽ എത്തണം എന്ന് വാശി പിടിച്ച് സ്വർഗം കണ്ണിന്റെ മുന്നിൽ കണ്ടിട്ട് ജിഹാദിന് ഓടിയ എത്രയോ സഹാബികൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഹൻദല റളിയല്ലാഹു അൻഹു ഒക്കെ മണിയറയിൽ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോയതാണ്. അവർക്കാണ് സ്വർഗം കണ്ടിട്ടാണ് ജിഹാദിൽ ആ ഒരു പടക്കളത്തിലേക്ക് പോവുക. അപ്പൊ ഇവിടെയൊക്കെ എന്താണ്, കർമ്മം ഫിസിക്കലി നോക്കുകയാണെങ്കിൽ എല്ലാവരും 3 പേര്, ഞാൻ ഈ പറഞ്ഞ 3 പേരും ജിഹാദിന് പോയി യുദ്ധത്തിൽ പങ്കെടുത്തു. പക്ഷെ 3 പേരുടെയും ചിന്ത നിങ്ങൾ നോക്കൂ, ഈമാന്റെ ലെവല് നോക്ക്, അത് ഭയങ്കര വ്യത്യാസമാണ്. അതാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. ലൈറ്റായിട്ട് വിശ്വസിക്കുന്നവരുണ്ട്, കുറച്ചുകൂടി അള്ളാഹിനെ ദൃഢമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് അള്ളാഹിനെ വിശ്വസിക്കുന്നവരുണ്ട്.
ഈ വിശ്വാസമൊക്കെ പരലോകത്ത് ഒരുപാട് ഒരുപാട് ആ ദൃഢതയാണ് അള്ളാഹ്ക്ക് അവിടെ അളക്കപ്പെടുന്ന മറ്റൊരു അത് എന്ന് പറയുന്നത്. കനം തൂങ്ങുന്ന ഒരു കാര്യം ആ ഈമാനുള്ള ദൃഢത. അപ്പൊ ഇതില് ആഹ് ഈ അപ്പൊ ഞാനിപ്പോ പറഞ്ഞ 3 കടമ്പകൾ, പുസ്തകം, അതുപോലെ തന്നെ ഈ തുലാസ്, സിറാത്ത് പാലം, ഇതിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങള്, നമ്മുടെ വിശ്വാസം, നമ്മളിൽ തൃപ്തി, ഇതൊക്കെയാണ് നമുക്ക് മുതൽക്കൂട്ടാവുന്നത്. അപ്പൊ അതിനുള്ള അവസരം എന്ന് പറയുന്നത് ഈ ഇഹലോക ജീവിതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഞാനും നിങ്ങളും ഓൾമോസ്റ്റ് പകുതി ജീവിച്ചു കഴിഞ്ഞു ആയുസിന്റെ. ഓൾമോസ്റ്റ് 30 to 40 50 ഉള്ളവരായിരിക്കും ഈ ഗ്രൂപ്പിൽ ഇപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോ നമ്മളൊക്കെ പകുതി ജീവിച്ചു കഴിഞ്ഞു. ഇനി പകുതി ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ അള്ളാഹ്ക്ക് മാത്രം അറിയുള്ളൂ. അപ്പൊ ഈ ഇത്തിരി പോന്ന കാലമാണ് നമുക്ക് ആ അനന്തമായ പരലോകത്തേക്കുള്ള എല്ലാ പാതയും ഒരുക്കാനുള്ള ഒരു കുറച്ച് കാലം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം പല ആളുകളും ഈ ലോകത്തിന്റെ എന്താ പ്രസരിപ്പുണ്ടല്ലോ, അതിലിങ്ങനെ വഞ്ചിതരായിട്ട് ഇങ്ങനെ പുതളിപ്പിൽ ഇങ്ങനെ നടക്കുകയാണ്. നാളെ ഞാൻ മരിക്കൂ എന്നുള്ള ചിന്തയൊന്നും പ്രത്യേകിച്ച് പ്രവാസ ലോകത്തില്ല. കാരണം ഒരു മയ്യത്തിനെ നമ്മൾ കാണുന്നില്ല, ഖബറിൽ നമ്മൾ പോകുന്നില്ല, ഒരു മയ്യത്ത് മരിച്ചാൽ നമ്മൾ സന്ദർശിക്കുന്നില്ല. നമ്മൾക്ക് ആകെയുള്ള വിചാരം എന്താണ്? വൈകുന്നേരം ഞായറാഴ്ച ആവുന്നു, പിന്നെ വ്യാഴാഴ്ച ആവുന്നു, വെള്ളിയാഴ്ച പുറത്തു പോകണം, പിന്നെ ശനിയാഴ്ച മുതൽ ജോലി തുടങ്ങുന്നു. ഇതുപോലെയുള്ള ഒരു പ്ലാനിങ് മാത്രമാണ് ഉള്ളത്. മരണം എന്ന ചിന്തയൊന്നുമില്ല. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയും, ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ആ തുച്ഛമായ ജീവിതത്തിലാണ് പരലോകത്തേക്കുള്ള പാതയെ ഒരുക്കാനുള്ള ഒറ്റ ചാൻസ് എന്ന് പറയുന്നത്. വേറെ ചാൻസ് ഇനി ഇല്ല. അപ്പൊ ഈ ഒരുക്കുന്ന സമയത്ത് ഞാനിവിടെ വെച്ച 2 പെട്ടിയുടെ ചിത്രങ്ങൾ കണ്ടു. ഒന്ന് ബാഗ്, അത് ഫുള്ളാണ് അല്ലെ, മറ്റേ പെട്ടി എന്ന് പറയുന്നത് കാലിയാണ്. അതായത് ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ ഈ നിറഞ്ഞു നിൽക്കുന്ന ബാഗ്, നമ്മളൊക്കെ എല്ലാവരും ഇങ്ങനെ ബാഗ് നിറച്ചുകൊണ്ടിരിക്കല്ലേ. എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരു ബാഗ് ഉണ്ട്. എന്താണ് ഈ ബാഗ്? നമ്മുടെ കർമ്മങ്ങൾ നമ്മളിങ്ങനെ പെറുക്കി പെറുക്കി എടുക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോ വഴിയിൽ കിടക്കുന്ന ഉപദ്രവം നീക്കുന്ന ഒരു നന്മയാണെന്നുണ്ട് അല്ലെ, അതുണ്ട്. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുന്ന ഒരു നന്മ. അപ്പൊ അതൊരു നന്മ. അപ്പൊ ഞാനത് കാണുന്നു, അവിടെ ഒരു കച്ചറ കിടക്കുന്നു, അല്ലെങ്കിൽ വേസ്റ്റ്, ഞാനത് എടുക്കുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ നേരത്തെ എന്താണ്, പഠിച്ചോനെ ഒരു നന്മ എന്റെ ബാഗിലേക്ക് കിട്ടി. അടുത്ത് വേറൊരാളുടെ പ്രയാസം സഹിക്കുന്നു, അൽഹംദുലില്ലാ ഒരു നന്മയും കൂടി ചെയ്യാൻ എനിക്ക് അവസരം കിട്ടും, അതും കൂടി ഞാൻ എടുക്കട്ടെ. ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ഒരു സത്യവിശ്വാസി നടക്കുക. എവിടെയാണോ എനിക്ക് നന്മകൾ വീണ് കിടക്കുന്നത് അതൊക്കെ ഞാൻ എടുക്കും. എനിക്ക് എന്റെ ബാഗ് നിറച്ചിട്ട് വേണം പോകാൻ ഇവിടുന്ന് പരലോകത്തേക്ക്. ഈ ഒരു ചിന്തയിലാണ് ഒരു സത്യവിശ്വാസി എപ്പോഴും ഉണ്ടാവുക. കാരണം അള്ള വിളിച്ച മരണമണി മുഴങ്ങുമ്പോ അപ്പ പോണം. അപ്പൊ ആ സമയത്തിൽ ഈ ബാഗ് നിറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചില ആളുകൾ നിറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അള്ളാഹിന്റെ മുന്നിൽ പോയി തുറന്നു നോക്കുമ്പോണ്ടാവും പെട്ടി മുഴുവൻ കാലിയാണ്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്ന. അവര് വിചാരിക്കും അവര് കുറേ ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. പക്ഷെ അവിടെ എത്തുമ്പോ ഒന്നും ഉണ്ടാവില്ല. അതായത് അവരാ കർമ്മം ചെയ്യുമ്പോ അവരുടെ ഉദ്ദേശം അള്ളാന്റെ തൃപ്തി ആയിരുന്നില്ല. അവര് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രേരകം പലതുമായിരുന്നു. മേ ബി ഇപ്പൊ ഒരാള് നോക്കി നിൽക്കെ ഞാനൊരു നന്മ ചെയ്യണം, അയാൾ എന്ത് വിചാരിക്കും ഞാനിപ്പോ ചെയ്തില്ലെങ്കിൽ, ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ഉണ്ടല്ലോ, വെറുതെയാണ്. അത് ചെയ്തിട്ട് എന്തിനാണ്? അയാൾ നിങ്ങളെ കുറിച്ച് നല്ലത് വിചാരിക്കാണ് ചെയ്തെങ്കിൽ അത് വിചാരിച്ചിട്ടുണ്ടാവും, ഇവൾ എന്തൊരു നല്ല സ്ത്രീയാണ് എന്നുള്ളത്. പക്ഷേ പരലോകത്തേക്ക് അത് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് അത് നമ്മൾക്ക് അറിയില്ല. അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. കാരണം അത് അള്ളാഹിന്റെ തൃപ്തി ആഗ്രഹിച്ച് ചെയ്തതല്ല. അതുകൊണ്ടാണത്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തോരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ അള്ളാന്റെ തൃപ്തിയും, എനിക്ക് പരലോകത്ത് രക്ഷപ്പെടണം, എനിക്ക് എന്റെ അള്ളാഹിനെ കണ്ടുമുട്ടണം, എനിക്ക് അള്ളാന്റെ തൃപ്തി നേടണം എന്ന് വിചാരിച്ചിട്ടാണോ ചെയ്തത് അല്ലയോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും അത്തരത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ വജ്ഹുള്ള അള്ളാന്റെ തൃപ്തിയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും അവസാനം ഉണ്ടാകുന്നത്. ഇനി ഈ ഒരു ഇഹലോക ജീവിതത്തെ കുറിച്ച് വളരെ എന്താ പറയാ, എത്രയും തുച്ഛം എന്ന് പറയുന്നത് ഒരു ചെറുവിരൽ കടലിൽ മുക്കിയാൽ എത്ര വെള്ളമാണ് നമ്മൾ ആ ചെറുവിരൽ പറ്റുന്ന, അതാണ് ഇഹലോക ജീവിതം. മറ്റേ കടലാണ് പരലോക ജീവിതം. ഇത് എന്ന് പറയുന്നത് നമ്മള് ആ പരലോക ജീവിതത്തിന് അനന്തതയെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. അത്രയും അനന്തമായി കിടക്കുന്ന ഒരു ലോകമാണ് പരലോകം. ഈ ലോകം വളരെ തുച്ഛമാണ്. അതായത് ഒരു കണ്ണിമ വെട്ടുന്ന സമയമാണ് പരലോകത്ത് എത്തിക്കഴിഞ്ഞ ഓരോ മനുഷ്യനും തോന്നുക, റബ്ബേ ഞാൻ 100 വയസ്സ് വരെ ജീവിച്ച മനുഷ്യന്മാർ പോലും പറയുക എന്താണെന്നറിയോ, ഞാൻ ഒരു കണ്ണിമ വെട്ട് 1-2 ദിവസമേ ഞാൻ ജീവിച്ചിട്ടല്ലേ ഉള്ളൂ, ഞാനൊരു കണ്ണിമ വെട്ടുന്ന സമയമല്ലേ അവിടെ ജീവിച്ചിട്ടുള്ളൂ, ഇത്രയേ അവർക്ക് തോന്നൂ. കാരണം വർഷങ്ങളോളം വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോ അവര് പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ. അപ്പൊ ഇനി 2 മരണം, ഇപ്പൊ നമ്മളെല്ലാരും മരിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യം. പക്ഷെ 2 തരത്തിലുള്ള മരണമാണ് ഉണ്ടാവുക. ഒന്ന് നല്ല മരണവും, ഒന്ന് ചീത്ത മരണവും.
ആ നല്ല മരണം എന്ന് പറഞ്ഞാൽ നല്ല ആത്മാവ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ച് ജീവിച്ച ഒരു ആത്മാവിന്റെ മരണത്തിനെയാണ് നല്ല മരണം എന്ന് പറയുന്നത്. അള്ളാഹ് മരിക്കുന്ന സമയത്ത് ചെയ്ത കർമ്മങ്ങൾ ആലോചിച്ചിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത മരണത്തിന് നഫ്സിന്റെ മരണത്തെയാണ് ചീത്ത മരണം എന്ന് പറയുന്നത്. നല്ല മരണം എന്ന് പറയുന്നത് ഒരു കൂജയിൽ നിന്ന് വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ എത്ര സിമ്പിൾ ആയിട്ടാണ് ആ കൂജയിൽ നിന്ന് വെള്ളം വീഴുന്നത് അല്ലെ? ആ ഗ്ലാസ്സിലേക്ക് ആ വീഴ്ച പോലെ അള്ളാന്റെ അസ്രായില് വന്നിട്ട് മരണത്തിലേക്ക് വിളിക്കുമ്പോ അള്ളാന്റെ പൊരുത്തത്തിലേക്കും മഗ്ഫിറത്തിലേക്കും നീ ഇറങ്ങി എഴുന്നള്ളൂ ആത്മാവേ എന്ന് പറയുമ്പോഴേക്കും പൂജയിൽ നിന്ന് വെള്ളം ഒഴുകി അങ്ങ് വരുന്ന പോലെ ഈ ആത്മാവ് അങ്ങ് ഒഴുകി പുറത്തേക്ക് പോകും. എന്തുകൊണ്ട്? അത് അത്രയും കാലം അള്ളാഹിനെ കാണാൻ വേണ്ടിയിട്ട് അള്ളാഹിന്റെ തൃപ്തിക്കും വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച എന്റെ കർമ്മങ്ങൾ അള്ളാഹിന്റെ അടുത്ത് എനിക്ക് പോയി കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഒരൊറ്റ പോക്കും വളരെ തഴുകി അങ്ങ് പോവുക ആത്മ. എന്നാൽ ചീത്ത ആത്മാവിന്റെ മരണം എന്ന് പറയുന്നത് വളരെ ഭയാനകവും പ്രയാസകരവുമായ മരണമാണ്. അവരെ ആ ഇസ്രായേല് വിളിക്കുന്ന സമയത്ത് ഒരിക്കലും അള്ളാഹിനെ കണ്ടുമുട്ടാൻ ആഗ്രഹം ഇഷ്ടമില്ല. കാരണം ചെയ്തികൾ അത്രയും ദുഷിച്ചതായിരുന്നു. ഒന്നും തനിക്ക് വേണ്ടി നഫ്സിനെ ആലോചിച്ചിട്ടൊന്നും ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമില്ല. അപ്പൊ ഇസ്രായേല് വിളിക്കുന്ന സമയത്ത് ആ ആത്മാവ് നഫ്സ് ഉള്ളിലേക്ക് അങ്ങ് പോകും. ഉള്ളിലേക്ക് പോയിട്ട് ശരീരത്തിന്റെ ഒരു കോണിലേക്ക് പോയിട്ട് അവിടെ അടിഞ്ഞവിടെ ഇരിക്കും. അപ്പൊ ആ ആത്മാവ് അതിനെ ഇരുമ്പ് ദണ്ടുകൾ കൊണ്ടും ഷാർപ്പായിട്ടുള്ള ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട് വലിച്ചിട്ടാണ് ആത്മാവിനെ പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അത് ഏതുപോലെ എന്ന് വെച്ചാൽ ഞരമ്പിന്റെ ഉള്ളില് നമ്മളൊരു റോസിന്റെ തടി ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ എന്താ ചെയ്യാ, ഈ ഒരു ഞരമ്പിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് നമ്മൾ അതിനെ കയറ്റിക്കുമ്പോ എന്താവും, ഈ മുള്ളുകളൊക്കെ ഞരമ്പിന്റെ പുറത്തേക്ക് അങ്ങ് പോകും അല്ലെ, ഷാർപ്പ് കാരണം. എന്നിട്ട് ആ റോസിന്റെ കമ്പ് താഴോട്ടേക്ക് ഒരു വലി വലിക്കുമ്പോ എന്തായിരിക്കും അതിന്റെ വേദന? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് വേദനയായിരിക്കും അത്. അതായത് ഓരോ ഞരമ്പിൽ നിന്നും ഈ ജീവനെ ഈ അസ്രായേൽ വലിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന അത് ഭയാനകമാണ്, വേദനാജനകമാണ് ആ മരണം. അതുപോലെ അതായത് ഒരു ഈ മുള്ളിന്റെ കൂട്ടത്തിൽ ഒരു കോട്ടന്റെ തുണി ഇട്ടിട്ട് വലിക്കുമ്പോ ആ തുണി ശരിക്ക് പോരില്ല നമ്മളെ കയ്യിൽ വലിച്ചു കഴിഞ്ഞാൽ, ഫോഴ്സിൽ വലിച്ചു എന്താ കീറി കീറിയിട്ട് മാല മാലയായിട്ടല്ലേ പോരുക. അതുപോലെയാണ് ഈ ചീത്ത ആത്മാവ് ഒരിക്കലും അള്ളാഹിനെ കണ്ടുമുട്ടാൻ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് അസ്രായേൽ വലിക്കുന്ന സമയത്തുള്ള വേദന. അപ്പൊ ഈ ആത്മാവ് നഫ്സ്, നമ്മുടെ നഫ്സിനെ യാ നഫ്സി എന്ന് വിളിക്കുന്ന ആ നഫ്സ് ഈ ഭൂമിയിൽ വരുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര സുന്ദരമായിട്ടാണ് അള്ളാഹ് ഈ ഭൂമിയിൽ നമ്മൾക്ക് തരുന്ന മക്കള്. നമ്മൾ വന്ന ഒരു ആത്മാവിന്റെ നിഷ്കളങ്കതകൾ നോക്ക്. ഈ കുട്ടി ഞാൻ ഇപ്പൊ ഇവിടെ കാണിച്ച ഈ കുട്ടിയുടെ ചിത്രം നോക്കി, എത്ര നിഷ്കളങ്കമാണ് ഈ കുട്ടി. ഈ കുട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം, ഒരു തെറ്റും അറിയാത്ത, കളങ്കമില്ലാത്ത, നിഷ്കളങ്കമായ ഹൃദയമുള്ള കുഞ്ഞ് മുഖത്തുനിന്ന് തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. ആ കുട്ടിയുടെ ഹൃദയത്തിന്റെ തൂവെള്ളയാണ്, എന്താ തെറ്റ് പോലും ആ കുട്ടിക്ക് അറിയില്ല, അത്ര നിഷ്കളങ്കം. ആ കുട്ടി മരിച്ചു പോയാൽ എവിടെയാണ്? സ്വർഗത്തിലാണെന്നുള്ളത് ഉറപ്പാ. കാരണം അതിന്റെ ഹൃദയം തൂവെള്ളയാണ്. അത് മരിച്ചു പോയ സ്വർഗത്തില് ഇത്തരം തൂവെള്ള ഹൃദയങ്ങളാണ് പോകുന്നത്. പക്ഷെ ഈ ഭൂമിയിൽ മനുഷ്യന്മാര് ജീവിക്കുമ്പോ എന്താ പറ്റുന്നത്? വലുതാകും തോറും ബുദ്ധിയും വിവേകം വരുംതോറും നമ്മൾ ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ട് നമ്മൾ എന്താണ് തെറ്റുകൾ ചെയ്തു പോകുന്നു. ഓരോ തെറ്റും നമ്മുടെ ആത്മാവിൽ ഓരോ കറുത്ത കുത്താന്നാ പ്രവാചകൻ പറഞ്ഞത്. അങ്ങനെ കറുത്ത കുത്തുകൾ കൂടി 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 മനുഷ്യനെ അത് തൗബ ചെയ്ത് മായ്ക്കാത്തിടത്തോളം കാലം ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ തെറ്റുകൾ വർദ്ധിച്ചു അവസാനം കറുത്തു പോകുന്നൊരവസ്ഥ. അങ്ങനെ കറുത്തു പോയാലുണ്ടല്ലോ, ഈ കറുത്തു പോയ അവസ്ഥയില് ഒരു ഡോട്ട് പിന്നെ എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് തെറ്റ് ചെയ്യാ എന്ന് പോലും ഫീൽ ചെയ്യില്ല. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ചില ആളുകളോട് നിങ്ങൾ ചെയ്യുന്നത് ഈ തെറ്റാണ്, എന്താണ് ചെയ്യുന്നത് ചോദിച്ചു, എന്താ ഞാൻ ചെയ്യുന്നത്, ഞാൻ എന്ത് തെറ്റാ ചെയ്യുന്നത്, അവരപ്പൊ തന്നെ പ്രതികരിക്കും. കാരണം എന്ന് വെച്ചാൽ അവർ ചെയ്യുന്നത് തെറ്റാന്ന് റിയലൈസ് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് കഴിഞ്ഞു പോയി. അത് ഇപ്പത്തെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കളിക്കുന്ന ആളുകള് അവര് പറയുന്നത് എന്ത് ബോസ്റ്റിംഗ് അല്ലെ, എന്തോരം അവര് സ്വന്തം ആ ഷോ ഓഫ് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് സംസാരിക്കുക, ഒട്ടും മനസ്സിലുള്ള നിഷ്കളങ്കതയല്ല പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ അവര് എന്താണ് ഈ പറയുന്നത്, എന്ത് ജീവിതമാണ് പുറത്ത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു തരത്തിലും ബാക്കിൽ ശരിയായ ജീവിതത്തിൽ മറ്റൊരു എന്തൊരു കാപ്പട്ടിയാണ് ഈ കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ കാലം അങ്ങനെയാണ്. താൻ ചെയ്യുന്ന തെറ്റ് തിരിച്ചറിയാത്ത ഒരു കാലത്തിൽ അവർ പോയി അവരുടെ ഹൃദയം കറുത്തു പോയി ഉള്ള ഒരവസ്ഥയിലായി കഴിഞ്ഞ ഒരാൾക്ക് ഒരു തെറ്റും തിരിച്ചറിയില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തെറ്റുകൾ ചെയ്യുമ്പോ പ്രവാചകൻ പറഞ്ഞ ഹദീസ് പ്രകാരം ഒരു സത്യനിഷേധിക്ക് തെറ്റ് ചെയ്യുമ്പോ മൂക്കിന്മേൽ ഒരു ഈച്ച വന്ന പ്രതീതിയാ ഉണ്ടാവുക. ജസ്റ്റ് ഒരു കൈ കൊണ്ടൊന്ന് ആട്ടിയാൽ അത് അവൻ ആ ഈച്ച വന്നിരുന്നത് കൈ കൊണ്ട് ആട്ടിയത് പോലും അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത്രക്കും സിമ്പിൾ ആണ് അവൻക്ക് തെറ്റുകൾ എന്ന് പറയുന്നത്. എന്നാൽ സത്യവിശ്വാസിക്കോ
ഒരു തെറ്റ് ചെയ്തു പോയാൽ എന്റെ ഹൃദയത്തിൽ ഒരു കനപ്പിങ് വരും. ആ കനപ്പ് എന്ന് പറഞ്ഞാല് എന്തോ മല എന്റെ മുകളിൽ ഇങ്ങനെ വീഴാൻ എന്റെ മേലിലേക്ക് ഇപ്പൊ വീഴുവോ എന്നുള്ള ആ ടെൻഷനിൽ അവന്റെ ഹൃദയം ഇങ്ങനെ കടുത്ത് വേദനയോട് കൂടിയായിട്ടുണ്ട് അവന്റെ ആ തെറ്റ് അവനിക്ക്. അത്രക്കും പ്രയാസമായിരിക്കും. അങ്ങനെ ശുദ്ധമായ വെള്ളയായ ഹൃദയത്തിൽ ഒരു ഡോട്ട് വീഴുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് അവനിക്ക് വല്ലാതെ ഫീൽ ചെയ്യും. അപ്പൊ അതാണ് നമ്മള് വിശ്വാസിയാണോ വിശ്വാസി അല്ലേ എന്ന് ഇത്തരത്തിൽ നമുക്ക് സ്വന്തം തന്നെ ടെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ റമദാൻ മാസത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ഈ വിഷയത്തില്. അപ്പൊ റമദാൻ മാസത്തിലേക്ക് നമുക്ക് ഈ വരുന്ന ഒരു 30 ദിവസം എന്ന് പറയുന്നത് എന്താ പറയാ, ഇപ്പൊ നമ്മള് ക്ലാസ് കേൾക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും വിഷമം, പഠിച്ചോനെ ഞാൻ തെറ്റ് ചെയ്ത് പോയല്ലോ, ഇനി എന്ത് ചെയ്തു എന്നൊക്കെയുള്ള വിഷമത്തിൽ നിന്നൊക്കെ മുക്തമാവാനുള്ള തരുന്ന കാരുണ്യവാനായ റബ്ബ് തന്റെ അടിമകൾക്ക് തരുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഈ റമദാൻ 30 ദിവസം. എന്റെ അടിമകളെ എന്ന് വിളിച്ചിട്ട് സ്നേഹമുള്ള റബ്ബ് എന്നിലേക്ക് ഓടി വരൂ, നിങ്ങളെ എല്ലാ പാപങ്ങളും ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ മുഴുവൻ പാപങ്ങളും പുറത്തു തരും ഈ മനുഷ്യന്മാരോടൊക്കെ, ചില മനുഷ്യന്മാരോട് നമ്മൾ പൊരുത്തം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് പൊറുക്കാനേ പറ്റില്ല നീ ചെയ്തത്, ഇല്ലേ? ചില ആളുകൾ കാരണം അത്തരത്തിൽ നമ്മൾ പൊരുത്തം ചോദിക്കുക, എന്നോടക്ക് പുറത്തു തരണം ഞാൻ ചെയ്തു പോയത്. കാരണം പൊരുത്തം ചോദിക്കുന്ന ആളുടെ മനസ്സിന്റെ നിഷ്കളങ്കതകൾ ആലോചിച്ച് നോക്കൂ. അവര് അള്ളാഹിനെ വിചാരിച്ചിട്ടാണ് പൊരുത്തം ചോദിക്കാൻ വന്നത്, എന്റെ പേരിൽ എന്റെ നഫ്സിൽ എന്തെങ്കിലും തെറ്റണം. പക്ഷെ ആ പൊരുത്തം കേൾക്കുന്ന ആൾ വിചാരിക്കുന്ന എന്താ, അഹങ്കാരം കൊണ്ട് ഞാന് പൊരുത്തപ്പെട്ട് കൊടുക്കേണ്ടവളാണ്. അഹങ്കാരം കൊണ്ട് അവൾ പറയുന്നത് എന്താണ്, എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയില്ല നീ എന്നോട് ചെയ്തത്. അപ്പൊ ആ ഒരു ടെസ്റ്റ് നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് നീ ഇന്ന് പൊരുത്തം ചോദിക്കുന്നുണ്ടോ, നമ്മൾ ചോദിച്ചു, നമ്മളെ ടെസ്റ്റ് കഴിഞ്ഞു. പിന്നുള്ള ടെസ്റ്റ് ആ ചോദിക്കപ്പെടുന്ന വ്യക്തിക്കാണ്, അവൾ പുറത്തു കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അവിടെ അവൾ തോറ്റു. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോ അയാൾ വിചാരിക്കുന്ന എന്താണ്, ഞാന് അവരോട് എന്തോ തെറ്റ് ഭയങ്കരമായിട്ട് ചെയ്തു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അള്ളഹാനോടൊക്കെ ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യം, ഇല്ലേ? പക്ഷെ അവിടെ നമ്മൾ ആ ചോദിക്കപ്പെടുന്ന വ്യക്തി തോറ്റുപോവാണ്. അവർക്ക് പുറത്തു കൊടുക്കാനുള്ള മനസ്സ് അവനക്ക് കൊടുക്കുന്നില്ല. മനസ്സിൽ കാഠിന്യം, എപ്പോഴും വൈരാഗ്യമാണുള്ളത്. അപ്പൊ അതാ നമ്മൾ പറയുന്നത്, ഈ ഒരു മാസം അള്ളാഹു എന്ന് പറയുന്ന ഒരു 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 അടിമയോട് ഒരു തെറ്റ് ചോദിച്ചാൽ, പൊരുത്തം ചോദിച്ചാൽ പൊരുത്തപ്പെടാത്ത ആളല്ല റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞ ഏത് ഇപ്പൊ ഞാൻ ഒരാളെ 100 ആളെ കൊന്ന ആൾക്ക് പോലും പുറത്തു കൊടുക്കാൻ കഴിയുന്ന റബ്ബിന് എന്ത് തെറ്റാ പുറത്തു കൊടുക്കാൻ കഴിയാത്ത? പക്ഷെ ആ റബ്ബിന് വേണ്ടത്, റബ്ബിലേക്ക് ഓടി വരിക. റബ്ബേ ഞാനിങ്ങനെ തൗബ ചെയ്യാണ്, എനിക്ക് പുറത്തു തരണം, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇത്രയും കാലം ഞാൻ മോശമായി ജീവിച്ചു, എനിക്ക് ഇനി ഖുർആൻ പഠിക്കണം, എനിക്ക് ഖുർആനിലേക്ക് വരണം, എനിക്ക് ഖുർആനിൽ എന്റെ നഫ്സിനെ എനിക്ക് ശുദ്ധി, ഇങ്ങനെ അള്ളഹാനോട് പറയുമ്പോ അള്ളാഹ്ക്ക് എന്തോരം ഇഷ്ടമാണ് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. അപ്പൊ ഈ ഒരു മാസത്തെ ഓഫർ എന്ന് പറയുന്നത് അള്ളാഹ് കാരുണ്യം ചൊരിയുന്ന ഒരു ഓഫറാണ്. അതായത് ഒരു കുഞ്ഞിനെ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ഉള്ള വെള്ള ഹൃദയം എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ഹൃദയം, അല്ലേ? ആ കുഞ്ഞിനെ പോലെയുള്ള നിഷ്കളങ്കമായ ഹൃദയത്തിലേക്ക് മാറാൻ പറ്റുന്ന ഒരു ഗോൾഡൻ അവസരമാണ് റമദാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ റമദാൻ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. അത്തരത്തില് എന്തൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ റമദാനിൽ പറയാൻ പോകുന്നത്. കാരണം ഈ ഒരു ഓഫർ മാസം നമ്മളത് ഒരു ഓഫർ അറിയാതെ പോകരുത്. അപ്പൊ അതിനു വേണ്ടി 1-2 കാര്യങ്ങൾ റമദാനെ കുറിച്ച് പറയാം. അതായത് പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമദാൻ. റമദാൻ മാസം പ്രവാചകനെ ജനങ്ങളെ ഉപദേശിക്കാറുണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമ്മള് കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും അഹ്ല റമദാൻ എന്നുള്ള ക്ലാസ്. ഇത് പ്രവാചകനിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. റമദാനില് പ്രവാചകനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് റമദാൻ ക്ലാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇങ്ങനെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതെ റമദാനിലേക്ക് കടക്കേണ്ടി വരുന്ന ഒരാൾ, അയാൾക്ക് ആ റമദാൻ ശരിയായി ഉപയോഗിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് തുർക്കിയിൽ ടൂർ പോവാന്ന് വിചാരിക്കും, ഒരാഴ്ച 7 ഡേയ്സ് ആണുള്ളത്. ആ 7 ഡേയ്സ് നമ്മൾ ശരിക്ക് പ്ലാൻ ചെയ്യാതെ നമുക്ക് അങ്ങോട്ട് പോവാം, നാളെ ഫ്ലൈറ്റിന് അങ്ങ് പോവാം, എന്നിട്ട് അവിടെ പോയിട്ട് അങ്ങ് തീരുമാനിക്കുക എന്ന് പറയുന്ന ഒരാളും, നേരത്തെ പോകുന്നതിന്റെ ഒരാഴ്ച മുന്നേ എല്ലാ കാര്യവും പ്ലാൻ ചെയ്ത് പോകുന്ന ആളും അവിടെ ചെല്ലുമ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്ന വ്യത്യാസം ഉണ്ടാവും. ശരി, ഈ നേരത്തെ പ്ലാൻ ചെയ്യുന്ന ആള് ഒരു ബാഗിൽ ഒരു പെനഡോൾ പോലും എടുത്തു വെക്കും. ഒരു പനിയോ ജലദോഷോ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ കിടന്നിട്ട് സമയം പോയി, ഇനി അത് ക്ഷീണം പിടിച്ച ഒരു ദിവസം പോണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങാൻ പോലും സമയം കളയണ്ട എന്ന് വിചാരിച്ചിട്ട് അവൻ ഇത് നേരത്തെ ബാഗിൽ വെക്കുകയാണ്. അത്രക്കും പ്ലാൻ ചെയ്യുന്നവരുണ്ട് ടൂറിൽ. അപ്പൊ അതുപോലെ തന്നെയാണ് റമദാൻ. നമ്മൾ വിചാരിക്കുമ്പോഴേക്കും 30 ദിവസം അങ്ങ് കടന്നു പോകും. അപ്പൊ പ്ലാൻ ചെയ്യാതെ കടന്ന ഒരാൾക്ക് അത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു ഇത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ, ഒരു ദിവസം അപ്പൊ നമ്മൾ ടൂർ പോകുമ്പോ എന്താ ചെയ്യാ, ഇന്ന ദിവസം ഇത്ര ബഡ്ജറ്റിൽ എവിടെ താമസിക്കണം, എവിടെ ഫുഡ്, ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ടൂർ പോയി കഴിഞ്ഞു വന്നു കഴിഞ്ഞാല് ഈ തുർക്കി പോയ ആളുകളോട് ചോദിച്ചാൽ അവര് പറയും, നീ അവിടെ പോയോ, ആ സ്ഥലം നീ കണ്ടില്ലേ, ഈ സ്ഥലം കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും നമുക്ക് ബോധം വരിക.
അതോ ഞാൻ നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്ത് പോയിരുന്നില്ല, അതും കൂടി കാണായിരുന്നു ആ 7 ദിവസത്തിനുള്ളില്, അത് ആ ദിവസം ഇന്ന സമയത്ത് ഞാൻ വെറുതെ ഇരിക്കായിരുന്നല്ലോ എന്നുള്ള ചിന്ത വരിക. എന്താണ്, അത് പ്ലാൻ ചെയ്യാതെ പോയി പിന്നെ കഴിഞ്ഞിട്ട് അത് ഭയങ്കര വിഷമാണത്. അപ്പൊ അതുപോലെ തന്നെ ഈ റമദാൻ നമ്മള് ഒരു ടാർഗറ്റ് നമ്മൾ വെക്കണം. എനിക്ക് മാക്സിമം ഉപയോഗിക്കണം 30 ദിവസം. ഒരു നിമിഷം അതില് അനുഗ്രഹങ്ങൾ വാരി എറിയുമ്പോൾ മുഴുവൻ തന്നെ എനിക്ക് കിട്ടണം എന്നുള്ള ആ ഒരു ഇതിൽ മാക്സിമം ബെനിഫിറ്റ് എനിക്ക് നേടിയെടുക്കണം. അപ്പൊ ഈ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 5ആയിട്ട് തിരിക്കുകയാണെങ്കിൽ, ഒന്നാമത് നമുക്ക് ആത്മാവ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാനഫ്സി യാനഫ്സി എന്നാണ് പരലോകത്ത് നമ്മൾ വിളിക്കാൻ പോകുന്നത് നമ്മളെ സ്വന്തത്തിന്, അല്ലെ? യാനഫ്സി യാനഫ്സി, ആ നഫ്സ് ഉണ്ടല്ലോ, ആ നഫ്സിനെ ശുദ്ധീകരിച്ച് ഒരു കളങ്കവും ഇല്ലാത്ത പ്യുവർ ആയിട്ടുള്ള ആ വൈറ്റ് നഫ്സാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നഫ്സ്. അപ്പൊ എന്റെ നഫ്സ് എന്റെ കറുത്ത കറകളൊക്കെ കളഞ്ഞ് എനിക്ക് വെള്ളയാക്കണം. ആ വാശി എന്നെ പിടിക്കണം. എനിക്കും ഈ 30 റമദാൻ ആകുമ്പോഴേക്കും എന്റെ ഹൃദയം, എന്റെ മനസ്സ് ഒരു കളങ്കവും ഇല്ലാതെ കുഞ്ഞിനെ പോലെ എനിക്ക് ആയി മാറണം. പിന്നെ അത് കഴിഞ്ഞ് മരിച്ചാലും എന്താണ്, ഞാൻ സ്വർഗത്തിലാണ്. കാരണം ആ പിന്നെ ഒന്നും ബാക്കിയില്ല ഈ റമദാൻ കഴിയുന്നതോടുകൂടി. അപ്പൊ അങ്ങനെ എനിക്ക് ആവണമെന്ന് നമ്മൾ നിയ്യത്തെടുക്കുക. അതുപോലെ തഖ്വ നേടിയെടുക്കണം. അതായത് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കുക. രണ്ടാമത് 5 വായിക്കുക. ആദ്യം ആത്മാവിനെ ശുദ്ധീകരിക്കുക, 2 തഖ്വ നേടിയെടുക്കുക, 3 ക്ഷമിക്കാനുള്ള കഴിവ് നേടിയെടുക്കുക. കാരണം എല്ലാ ഇതിന്റെ ആധാരം എന്ന് പറഞ്ഞാൽ ക്ഷമയാണ് ട്ടോ. ക്ഷമയില്ലാത്തവർക്ക് ഒരു കാര്യവും ഈ ലോകത്ത് ചെയ്യാൻ കഴിയില്ല. 4 പരമാവധി നന്മകൾ നേടിയെടുക്കണം. 5 ഖുർആൻ നൽകിയതിന് നന്ദി പ്രകടിപ്പിക്കണം. ഇതിൽ ആദ്യത്തെ ഞാൻ പറഞ്ഞ ആത്മാവിനെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞതില് നമ്മൾ ആത്മാവ് നേരത്തെ പറഞ്ഞ പോലെ തെറ്റുകൾ ചെയ്യുമ്പോൾ ആത്മാവിൽ കറുത്ത കുത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇന്നൽ ഇൻസാൻ ഖുലിഖ ഹലൂഅ വഇദാ മസ്സഹു ശർറു ജസുഅ വഇദാ മസ്സഹുൽ ഖൈറു മനുഅ. പൊതുവെ നമുക്ക് അള്ളാഹ് നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ കുറെ വീക്ക്നെസ് നമുക്കുണ്ട്. അത് ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും ഉണ്ട്. അതിൽ എന്താ വെച്ചാൽ ദേഷ്യം വരും. നമ്മൾ വിചാരിക്കാത്ത എന്തോ സംഭവിച്ചാൽ നമുക്ക് ദേഷ്യം വരും. നമ്മൾ വിചാരിച്ച പോലെ എല്ലാം ഇങ്ങനെ പെർഫെക്റ്റ് ആയി നടന്നാൽ നമ്മളും നല്ല കൂളായിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഇന്നിപ്പോ വിചാരിക്കാത്ത എന്തെങ്കിലും ആരുടെങ്കിലും എന്ത് മോശമായിട്ട് ഇങ്ങോട്ട്, ഇപ്പൊ കുട്ടികളാണെങ്കിലും നമ്മളിങ്ങനെ വൃത്തിക്ക് എടുത്തു വെച്ചൊരു സാധനം കച്ചറയാക്കിയിട്ട് അവിടെ എല്ലാം നിലത്തിട്ട് നമുക്ക് ദേഷ്യം വരും. കാരണം നമ്മൾ വിചാരിച്ച എന്തെല്ലാം നീറ്റായി കിടക്കണം എന്ന് നമ്മളെ മനസ്സിലൊരു വിചാരമാണ്. അപ്പൊ ദേഷ്യം നമുക്ക് വരും. വെപ്രാളം ഉണ്ടാവും. വെപ്രാളം എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും വെപ്രാളപ്പെട്ട് എന്താ ചെയ്യാന്നറിയാതെ 4 വോയിസ് ഇട്ട് എന്തെങ്കിലും അതായത് മെന്റലി ഒന്ന് ഇമോഷണലി നമ്മൾ വീക്ക് ആയിട്ടുണ്ടാവും ആ സമയത്ത് ആ വാർത്ത കേട്ടപ്പോ. അപ്പൊ എന്താ ചെയ്യാന്ന് അറിയാതെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഈ മൊബൈലൊക്കെ കയ്യിലുള്ളത് കൊണ്ട് വേഗം അങ്ങ് 4 ആളോട് അതങ്ങ് പറഞ്ഞ് കുറെയെല്ലാം നമ്മളെ വെപ്രാളൊക്കെ അങ്ങ് അപ്പോഴേക്കും ഒരുപാട് തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും ട്ടോ ആ വെപ്രാളം കൊണ്ട്. പിന്നെ അസൂയ, നോർമൽ, വളരെ അസൂയ, അല്ലെ? അലസത, മടി. മടി എല്ലാവർക്കും ഉള്ള സാധനമാണ് മടി. എന്താ മടി? ഒന്നും ചെയ്യാനൊരു രസമില്ല, ഒരു മൂഡില്ല. പക, പക എന്ന് പറയുന്ന റിവെഞ്ച്, അല്ലെ? ആൾക്കാരോട് എന്തെങ്കിലും എന്നോട് ഇങ്ങോട്ട് ചെയ്താൽ തിരിച്ച് നല്ലോണം പറയണം 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 എന്നുള്ള ചിന്ത. ഇതൊക്കെ പിശാചിന്റെ പ്രേരണകളും നമ്മളുടെ ഓൾറെഡി ദേഹേച്ഛയിലുള്ള വീക്ക്നെസ്സും ആണ്. പിന്നെ ലോകമാന്യം, ലോകമാന്യം എന്ന് പറഞ്ഞാൽ ഷോ ഓഫ്. ആൾക്കാർ കാണണം, എനിക്ക് കുറച്ച് ഷൈൻ ചെയ്യണം, എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഭയങ്കര ആവണം എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ്. പരദൂഷണം പറയാനുള്ള ടെൻഡൻസി, വെറുപ്പ്, സുഖാനന്ദം. സുഖാനന്ദം എന്ന് പറഞ്ഞാൽ സുഖിക്കാനുള്ള ഇങ്ങനെ ഒരു അടുത്ത ട്രിപ്പ് എവിടെ, അടുത്ത എന്താ, നീ അടുത്തൊരു ട്രിപ്പ്, ഇങ്ങനെ 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 സുഖിക്കാൻ എന്തൊക്കെ അതങ്ങനെ ആലോചിച്ചിരിക്കുക. പരിഹസിക്കുക. ആക്രാന്തം, ഇല്ല ആക്രാന്തം അറിയില്ലേ? എന്തെങ്കിലും സാധനം നമുക്ക് ഇഷ്ടമുള്ള സാധനം കണ്ട പിന്നെ പരിസരബോധം ഒന്നുമില്ല, ആക്രാന്തം കൊണ്ട് അതങ്ങ് ചെയ്യുക. അത്തരത്തിലുള്ള ഒരു വിശ്വാസിക്ക് ചേരാത്ത കുറെ ദുർഗുണങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഇതൊക്കെ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ ഉണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. പക്ഷെ ആ സൃഷ്ടിപ്പ് അങ്ങനെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ, ഈ ഇച്ഛകളെയൊക്കെ അങ്ങനെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ നരകത്തിലാ പോവാന്നുള്ളത് ഉറപ്പാ. കാരണം വെച്ചാൽ ഇതൊക്കെ മനുഷ്യ സൃഷ്ടിപ്പിൽ ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ എന്താ പറയാ, പിന്നെ ഈമാനില്ല. ഈമാൻ എന്ന ഒരു ആയുധം കൊണ്ട് ഇത്തരത്തിലുള്ള ദുശ്ശീലങ്ങളെ അടക്കി നിർത്തുന്നവനാണ് വിശ്വാസി. നിങ്ങൾ ആലോചിച്ച് മനസ്സിലായോ അതിന്റെ ഒരു ഡെഫിനിഷൻ? മനുഷ്യൻ ഇപ്പൊ ഞാനിവിടെ കാണിച്ച ചിത്രത്തിൽ മൊത്തം നമ്മുടെയൊക്കെ സ്വഭാവമാണ് ഈ കാണിക്കുന്നത്, അല്ലെ? ആളുകൾ പരിഹസിക്കുക, പരദൂഷണം പറയാ, ഇതൊക്കെ ഉള്ളത്. അപ്പൊ ഇവിടെ പറഞ്ഞ സൂറത്ത് നാസിയാത്തിൽ പറയുമ്പോ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. എന്നാൽ തന്റെ റബ്ബിന്റെ സമക്ഷം നിൽക്കേണ്ടി വരുന്നതിനെ ഭയപ്പെടുകയും ആത്മാവിനെ ദുർമോഹങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തവനോ അവന്റെ താവളം സ്വർഗമാകുന്നു. ഇവിടെ പറയുന്നത് നമ്മളെ ഈ നഫ്സ് ഉണ്ടല്ലോ, നഫ്സിന്റെ വനഹൻ നഫ്സ അനിൽ ഹവ, നഫ്സിന്റെ ഹവകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ. ഇത് മൊത്തം ഹവയാണ്. നഫ്സിൻ വീക്ക്നെസ്, നമ്മളെ ദേഹേച്ഛ എന്നൊക്കെ പറയുന്ന ആ സാധനങ്ങളെ നമ്മൾ പിടിച്ചു നിർത്തുകയാണ്. ഞാനിനി ദേഷ്യം പിടിക്കില്ല, ഞാനിനി അക്ഷമ കാണിക്കില്ല, റിവെഞ്ച് എടുക്കില്ല, ആരോടും ഒരു പകയില്ല. ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് നമ്മൾ നഫ്സിനെ അടക്കി നിർത്തുന്നത്
എന്ത് വിചാരിച്ചിട്ടാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിന്റെ മുന്നിൽ ഞാൻ നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ള ബോധത്താലാണ് അടക്കി നിർത്തുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ പല ആളുകളും ദേഷ്യപ്പെടാറില്ല ചില സന്ദർഭങ്ങളിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആള്, ഇതേ മനുഷ്യൻ ചില സന്ദർഭങ്ങളിൽ ദേഷ്യം എവിടെ പോയി നമുക്കറിയില്ല. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മാനേജറുടെ മുന്നിൽ ഇത്രയും നല്ലൊരു എംപ്ലോയർ ഉണ്ടാവില്ല, അല്ലെ, എംപ്ലോയി ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? മാനേജറുടെ മുന്നിൽ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ എന്താണ്, എന്റെ ജോലി പോകും എന്നുള്ള തിരിച്ചറിവ് കാരണം അദ്ദേഹം എന്ത് പറഞ്ഞാലും ഓക്കെ അല്ലെ, യെസ് എന്ന് മാത്രം, അല്ലെങ്കിൽ ഓക്കെ ഞാൻ ചെയ്യാം എന്ന് മാത്രം താഴ്മയോട് പറയുന്ന ഒരു വ്യക്തി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മക്കൾ ഒരു കാര്യം ചോദിച്ചാൽ അവരോട് പെടുന്ന ദേഷ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഈ വ്യക്തി തന്നെയാണോ മാനേജർ മുന്നിൽ നിന്ന വ്യക്തി? എങ്ങനെ മാറാൻ പറ്റുന്നു ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇവിടെ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി എന്നതിന് ഒരു വിലയുമില്ല. അള്ളാനെ ഭയപ്പെട്ടിട്ടാണ് നേരത്തെ മാനേജറെ മുന്നിൽ നിന്നതും ഇവിടെ കുട്ടികളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ഒരേ ഉദ്ദേശമാണെങ്കിൽ അവിടെയും ഇവിടെയും ഒരു സ്വഭാവം കാണിക്കണമായിരുന്നു. പക്ഷെ അത് കാണിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? അള്ളാനെ ഭയപ്പെട്ടിട്ടല്ല അത് ചെയ്തത്, വേറെ ആരൊക്കെയോ ഭയപ്പെട്ടിട്ടാ ചെയ്തത്. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ പറഞ്ഞത് അള്ളാനെ ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുക, സ്വന്തം നഫ്സിനെ പിടിച്ചേറുന്ന വ്യക്തിക്കാണ് സ്വർഗമാകുന്ന ആ താവളം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇനി ഈ നോമ്പ് എന്ന് പറയുന്നത്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ദേഹേച്ഛയെ കുറിച്ച് പറഞ്ഞ നോമ്പില് നമുക്ക് നമുക്ക് 30 ദിവസം ട്രെയിനിങ് തരുന്നത് എന്തിനാന്ന് വെച്ചാല്, ഈ 30 ദിവസം വിശപ്പാകുന്ന അല്ലെ അതിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ്. പലപ്പോഴും നമ്മളൊക്കെ വീക്കാകുന്ന സന്ദർഭം വിശക്കുമ്പോഴാ അല്ലെ. നിങ്ങൾ സ്വന്തം ജീവിതം തന്നെ നോക്കി നോക്കൂ. പലപ്പോഴും വിശന്നിരിക്കുമ്പോ കുട്ടികൾ വന്ന് എന്തോ ചോദിച്ചാൽ നല്ല ദേഷ്യം പിടിക്കും നമുക്ക്. കാരണം നമുക്ക് ഓൾറെഡി നല്ല വിശപ്പുണ്ടാവും. ആ സമയത്തായിരിക്കും കുട്ടിന്റെ ഓരോ കളികളില്, ആ സമയത്ത് നമുക്ക് ദേഷ്യം അങ്ങ് വന്നാൽ അത് വിശപ്പ് ഒരു വികാരമാണ്. അപ്പൊ ആ വിശപ്പ്, അപ്പൊ അള്ള ഇവിടെ നമുക്ക് തരുന്ന ട്രെയിനിങ്, നിങ്ങളെ വികാരങ്ങളെ പിടിച്ചു നിർത്തുക. അത് ആദ്യം വിശപ്പ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശപ്പ് സഹിച്ചുകൊണ്ട് നിങ്ങൾ ദേഷ്യപ്പെടാൻ പാടില്ല, നിങ്ങൾ ആരോടും പരദോഷം പറയാൻ പാടില്ല, നിങ്ങൾ ഒരു ചീത്ത വികാരം നിങ്ങളിൽ നിന്ന് വരാൻ പാടില്ല. അതായത് ഒരു മുള്ളുമ നിർത്തിയിട്ട് അള്ള പറയാണ് ശരിക്ക് നിൽക്കുന്നു. എങ്ങനെയുണ്ട് ട്രെയിനിങ്? ആലോചിച്ച് നോക്കൂ. നമ്മളൊരു മുള്ളുന്ന സ്ഥലത്ത് നിർത്തിയിട്ട് പറയാം മര്യാദക്ക് ശരിക്കും നിവർന്ന് നിൽക്കാൻ പഠിക്കും. കാല് പൊക്കല്ലേ, കാല് ഇതാക്കല്ലേ, കാലെടുക്കല്ലേ, അങ്ങനെ ആടി കളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി നമ്മളെ പഠിപ്പിക്കുന്ന പോലെ വിശപ്പ് സഹിക്ക്, എന്നിട്ട് നിന്റെ ഇച്ഛകളെ നിയന്ത്രിച്ചു വെക്ക്. അതും ഒരു ദിവസമല്ല, 30 ദിവസം. എത്ര മണിക്കൂർ? ഒരു ദിവസം ഇപ്പൊ 12 മണിക്കൂർ നമുക്ക് ട്രെയിനിങ് ആണെങ്കിൽ 30 × 12 എത്രയാ? അത്രയും മണിക്കൂറാണ് നമ്മളോട് ഈ ട്രെയിനിങ് അല്ല പറയുന്നത്, അല്ലെ? അപ്പൊ അതാണ് ആത്മാവിനെ നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റിയ ഒരു നല്ല അവസരമാണ് ശരിക്കും ഈ റമദാൻ. അങ്ങനെയുള്ള നോമ്പ് മാത്രമേ അള്ളാഹിന്റെ അടുത്ത് സ്വീകാര്യമാവുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ ചീത്ത വികാരങ്ങളൊക്കെ പിടിച്ചു നിർത്തിയിട്ടുള്ള ഭക്ഷണവും വെള്ളം ഒഴിവാക്കുന്ന നോമ്പ് മാത്രമാണ് സ്വീകാര്യമായ നോമ്പ് എന്ന് പറയുന്ന. ആ നോമ്പ് എന്നതിന് ശരിക്കുള്ള അർത്ഥം അതാണ്, അല്ലാതെ ഭക്ഷണവും വെള്ളം ഒഴിവാക്കലല്ല. രണ്ടാമത്തെ തഖ്വ നേടിയെടുക്കുക. ഈ നോമ്പിന്റെ ഉദ്ദേശം തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വ എന്ന സാധനം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ട്രെയിനിങ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഈ ആത്മാവൊക്കെ നല്ല എല്ലാ ഇച്ഛകളിൽ നിന്നൊക്കെ ശുദ്ധമായിട്ട് നമ്മളിങ്ങനെ റമദാൻ മാസം 30 കഴിയാണ്, നല്ല ശുദ്ധമായി പാപങ്ങളൊക്കെ പുറത്ത് നമ്മുടെ ഇച്ഛകളൊക്കെ നിയന്ത്രിക്കാനൊക്കെ പഠിച്ച്, പക്ഷെ തഖ്വ നേടിയെടുത്തിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇനി അടുത്ത 11 മാസത്തേക്ക് ജീവിക്കണ്ടേ? അപ്പൊ പിടിച്ചു നിർത്താൻ തഖ്വ എന്ന ആ ബോധം നമ്മളെ ഉള്ളിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മളത് വീണ്ടും തെറ്റിലേക്ക് പോവാണ്. ഈ 30 മാസം നമ്മൾ നല്ലതായിരുന്നു, പക്ഷെ ഈ തഖ്വയാണ് എല്ലാത്തിന്റെ ആധാരം. അതായത് തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാനെ പേടി ട്ടോ, ഭയഭക്തി. അതായത് ഓരോ കാര്യം ചെയ്യുമ്പോഴും സൂക്ഷ്മതയോടുകൂടി പടച്ചോനെ ഇത് അള്ളാന്റെ അടുത്ത് പ്രതിഫലം, ഞാൻ ചെയ്യുന്നത് തെറ്റാവോ ശരിയാവോ, റബ്ബിന് തൃപ്തിയാവോ, ഇങ്ങനെയുള്ള ചിന്തയോടുകൂടി ഓരോ കാര്യത്തെയും അത്രയും ജാഗ്രതയോടുകൂടി ചെയ്യുന്നതിനാ തഖ്വ എന്ന് പറയാ. അള്ളാനെ മുന്നിൽ കണ്ടിട്ട് പേടി. അപ്പൊ അതിൽ ഇപ്പൊ ഞാനിവിടെ കാണിച്ചു, നിങ്ങൾ ആലോചിച്ചു, ബിഫോർ ആൻഡ് ആഫ്റ്റർ റമദാൻ എന്ന് പറയുന്നത് ഒരു ഇത് കാണിച്ചിട്ട്, ചില ആളുകളുടെ ലൈഫ് ഇങ്ങനെ ഈ വയറ്റിലൂടെ പോയിട്ട് റമദാൻ ആവുമ്പോ ഭയങ്കര മുത്തക്കിയായിരിക്കും, തഖ്വയുടെ അങ്ങേ അറ്റം, ഖുർആനില്ലാതെ 30 ദിവസം ചെലവഴിക്കൂല. ഖുർആൻ ഓതലും കത്ത തീർക്കലും ഇതാക്കലും, ആരോടും മിണ്ടില്ല, സംസാരിക്കൂല, ഒന്നുമില്ല. റമദാൻ കഴിഞ്ഞാലോ അതേ പഴയ വ്യക്തി അതാ തിരിച്ചു വരികയാണ്. സെയിം സ്വഭാവം, ഒരു മാറ്റവും ഇല്ല. പരദൂഷണവും മറ്റുള്ള കുട്ടികളെ ചീത്ത പറയലും ഒക്കെ ഒരേപോലെ, ഒരു മാറ്റവും ഇല്ല. എന്ത് കാര്യം? നോമ്പ് കൊണ്ട് എന്ത് നേടി?
ലഅല്ലക്കും തത്തക്കും നേടിയിട്ടില്ല. അപ്പൊ അതാ പറഞ്ഞത്, ഇത് ശരിക്കും നമ്മൾ വേണ്ടത് ഓരോ നോമ്പ് വർഷം കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓരോരോ മാറ്റം കണ്ട് 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 ഇപ്പൊ നമ്മളൊക്കെ ഏജ് 40-50s ആകുമ്പോഴേക്കും നമ്മൾ എന്താവണം, ഒരു ക്വാളിറ്റി ഉള്ള പേഴ്സൺ ആയി മാറണം. കുറേ തെറ്റുകൾ നമ്മളിൽ നിന്ന് മാഞ്ഞ് 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 ഇപ്പൊ കുറച്ച് ഹൈ ക്വാളിറ്റി ഉള്ള ഒരാളായി മാറിയിട്ടുണ്ട്. കാരണം വർഷങ്ങളായി നോമ്പ് നോൽക്കുന്നു, 10-15 വർഷമായി നോമ്പ് നോൽക്കുന്നു. പക്ഷെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ആളുകളായിട്ട് തുടരുകയാണെങ്കിൽ ഇത്രയും വർഷമുള്ള നോമ്പ് കൊണ്ട് എന്ത് നേടിയെടുത്തു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് നമ്മൾ ഗോൾ സെറ്റിംഗ് ചെയ്യുമ്പോൾ ഈ സ്ലൈഡ് നമ്മൾ ക്ലാസ്സിൽ പെൺകുട്ടികൾക്ക് എടുത്ത ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. അതായത് ഗോൾ സെറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സ്വർഗത്തിലേക്കാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. എന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എനിക്ക് സ്വർഗം കിട്ടണം, എനിക്ക് സ്വർഗം കിട്ടിയേ മതിയാവൂ എന്നുള്ള വാശിയിലാണ് ഓരോ ദിവസവും നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോ ആളുകൾ എന്ത് പറയുന്നു, ആളുകൾ എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് എന്തോ കൊടുക്കുമ്പോൾ തിരിച്ചെനിക്ക് എന്തോ തന്നു, അവൾ എന്തേ അങ്ങനെ പറയാതിരുന്നത്, ഞാൻ ഇത്രേ ചെയ്തിട്ട് അവൾ എന്തേ ഒരു നല്ല വാക്ക് പോലും പറയാതിരുന്നത്, ഇത്തരത്തിലൊന്നും ചിന്ത ഉണ്ടാവൂല. എന്ത്, നമ്മുടെ ഗോൾ സെറ്റിംഗ് ശരിയായാൽ എനിക്ക് സ്വർഗവും എന്റെ റബ്ബിന്റെ തൃപ്തിയും മാത്രം മതി. എന്റെ റബ്ബ് എന്നെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടോ, എന്റെ റബ്ബ് എന്നെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നുണ്ടോ, ആ വിചാരം മാത്രം മതി എനിക്ക്. എന്റെ റബ്ബിന്റെ വിചാരം മാത്രം മതി. വേറൊരാളുടെ മുഖം ചുളിക്കലോ ആ മുഖം പ്രസന്നമാകുന്നതോ ഒന്നും എനിക്ക് വിഷയമല്ല എന്നുള്ള ചിന്തയിലേക്ക് നമ്മളെ ഹൃദയം മാറുമ്പോൾ നമ്മളെ ലൈഫ് ശരിക്കുള്ള ഗോൾ സെറ്റിംഗിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എവിടെയൊക്കെയോ നമ്മുടെ ഗോൾ സെറ്റിംഗിൽ വ്യത്യാസമുണ്ട്. ആളുകളുടെ നല്ല വാക്കോ ഇങ്ങനെയൊക്കെ. ഇതില് തഖ്വയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സുഹൃത്ത് ഗുജറാത്തിൽ നിങ്ങൾ ഏറ്റവും ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും അള്ളാഹിന്റെ മുന്നിൽ ഏറ്റവും വലിയ ആള് തഖ്വ ഏറ്റവും കൂടുതൽ ഉള്ളവനാണ്. അല്ലാതെ വേറെ പൈസയോ നിങ്ങളെ ഈ ലോകത്തുള്ള മില്യൺസ് ഓഫ് വ്യൂസോ ഒന്നുമല്ല. അള്ളാഹിന്റെ മുന്നിൽ തഖ്വ ഏറ്റവും കൂടുതലുള്ളവനാണ് ഏറ്റവും ആദരിക്കപ്പെട്ടവൻ. അള്ളാഹുവിനെ സൂക്ഷിച്ചവനെ അള്ളാഹ് എപ്പോഴും അത് തഖ്വയുള്ള ആളുകൾക്ക് ഒരു പ്രയാസത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു വഴി അവൻ അള്ളാഹ് തുറന്നു കൊടുക്കും, നീ ഇതിലൂടെ അങ്ങ് രക്ഷപ്പെട്ടോ എന്നുള്ളത്. അത് തഖ്വയുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഗുണമാണ് ആ ഒരു ഗുണം. അതായത് തടയുക എന്നർത്ഥം വരുന്ന ഈ വക്ക എന്നുള്ള വാക്കിൽ നിന്നാണ് തഖ്വ എന്നത്. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ് തഖ്വ. ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കലാണ് തഖ്വ. ഈ തഖ്വയ്ക്ക് കുറെ വശങ്ങളുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഈ വായിക്കുന്നത്. അള്ളാഹു നിർബന്ധമാക്കിയത് പ്രവർത്തിക്കലാണ് തഖ്വ. അള്ളാഹുവിനെയും അവന്റെ ശിക്ഷയും ഭയന്ന് ജീവിക്കലാണ് തഖ്വ. അള്ളാഹുവും അവന്റെ റസൂലും വിരോധിച്ചിട്ടുള്ളതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കലാണ് തഖ്വ. അള്ളാഹും അവന്റെ റസൂലും അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിമിതപ്പെടുത്തുന്നതാണ് തഖ്വ. അതായത് സ്വന്തം ജീവിതത്തെ അള്ളാഹുവും എന്റെ റസൂലും എനിക്ക് അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഉള്ളിലൂടെ മാത്രം നടക്കുക, അതാണ് തഖ്വ. പരലോക ജീവിതത്തില് ഇതിനു വേണ്ടി തയ്യാറാവലാണ് തഖ്വ. വിദഅത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കലാണ് തഖ്വ. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ തഖ്വ ഉള്ള ആള് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള എല്ലാം പൂർണ്ണമായിരിക്കണം. ഈ ക്ഷമിക്കാനുള്ള കഴിവ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ക്ഷമയില്ലാത്തവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ലോകത്ത് ഒരു സ്ഥാനവും ഒരു അച്ചീവ്മെന്റും അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ക്ഷമ എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ. അത് നിങ്ങൾ നോക്കി നോക്കും. ഈ ഭൗതികമായിട്ടുള്ള വിജയം കിട്ടണമെങ്കിൽ ക്ഷമ നിർബന്ധമാണ്. ക്ഷമ. പിന്നെ അത് ഞാൻ കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പരമാവധി നന്മകൾ നേടിയെടുക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റമദാൻ മാസം നമുക്ക് ഒരുപാട് നന്മകളുള്ള വാരി അറിയുമ്പോൾ എനിക്ക് പരമാവധി നേടിയെടുക്കണം. കാരണം എന്റെ തുലാസ് കനം തൂങ്ങണം. നമ്മൾ സ്വർഗത്തിൽ പദവികൾ നമുക്കറിയാലോ. അള്ളാഹ് ഇങ്ങനെ പദവികൾ ഇങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് തന്നെ പദവികൾ ഡിവൈഡ് ചെയ്യും. അപ്പൊ ആ സമയത്ത് ഓരോ വിശ്വാസി പോലും തഗാബുൻ എന്നാ പറയുന്നത്. സൂറത്ത് തഗാബുൻ അറിയാലോ. റിഗ്രറ്റ്, ഡേ ഓഫ് റിഗ്രറ്റ് എന്നാണ് യൗമു തഗാബുൻ. റിഗ്രറ്റ്, ഭയങ്കര വിഷമായി പോകും. കാരണം എന്ന് വെച്ചാൽ അള്ളാഹ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരുടെ സ്ഥാനം കൊടുക്കുന്ന സമയത്ത് നമ്മളെ കൂടെയുള്ള ഒരാൾ ഹയസ്റ്റ് ആയിട്ടുള്ള ജന്നത്തുൽ ഫിർദൗസിലേക്ക് പോകുമ്പോ ഒരു വിഷമം വരാനുണ്ട് കൂട്ടുകാരൻ. എന്താ പഠിച്ചോനെ, അവനെ പോലെ കുറച്ചും കൂടി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഫിർദൗസിലേക്ക് എത്താമായിരുന്നില്ലേ എന്ന് ഈ മനുഷ്യൻ വളരെ ഒരു ആ റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിഗ്രറ്റ് ആണ്. കാരണം പിന്നെ തിരിച്ചു പോയിട്ട് നന്നാക്കാൻ സമയമില്ലല്ലോ. അപ്പൊ ആ റിഗ്രറ്റ്, ഇപ്പൊ സ്വർഗത്തിലെ പദവികൾ കൂട്ടാനുള്ള അവസരമാണ് റമദാൻ. സിറാത്ത് പാലത്തിൽ വെളിച്ചം കൂട്ടാനുള്ള അവസരമാണ് റമദാൻ. നമ്മളെ പുസ്തകം വലത് കയ്യിൽ ലഭിക്കാൻ പാകമാക്കാൻ നമുക്ക് ആവാനുള്ള ഒരു സമയമാണ് റമദാൻ. ഇനി അവസാനമായിട്ടുള്ളത് പറയുന്നത് ഖുർആൻ നൽകിയതിന് നന്ദി പ്രകടിപ്പിക്കുക. ഈ ഖുർആന്റെ ബർത്ത്ഡേ ആണ് അല്ലെ ഈ റമദാൻ മാസം എന്ന് പറയുന്നത്. ഖുർആൻ അവതരിച്ച മാസമാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിലാണ് ആദ്യമായിട്ട് അവതരിക്കുന്നത്. അപ്പോ ബർത്ത്ഡേ ഓഫ് ഖുർആൻ എന്ന് പറയാം. ഖുർആന്റെ പ്രാധാന്യം സ്ത്രീകളായ നമ്മളോട് പറയാനുള്ളത്, നമ്മളെ പോലെയുള്ള പെൺകുട്ടികൾ കുഴിച്ചു മൂടപ്പെട്ട ഒരു സമയത്താണ് ഖുർആൻ ഇറങ്ങുന്നത്. ജീവനോടെ കുഴിച്ചു മൂടിയിട്ട് അവസ്ഥ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഒരു ഉപ്പ സ്വന്തം കുഞ്ഞിനെ
ആ ഉപ്പ ഇങ്ങനെ എന്താ പറയാ, ഖബറ് ആ മണ്ണ് വെട്ടുന്ന സമയത്ത് ഉപ്പാന്റെ മേലേക്ക് വീഴുന്ന ചുമലിലേക്ക് വീഴുന്ന മണ്ണിനെ ഈ തോളിലിരിക്കുന്ന പെൺകുട്ടി തട്ടി മാറ്റുന്നുണ്ട്, ഉപ്പാന്റെ മേത്ത് വീഴുന്ന മണ്ണ്. എന്നിട്ട് ആ മണ്ണ് തട്ടി മാറ്റിയ പിഞ്ചു കുഞ്ഞിനെ ഈ കുട്ടി കുഴി എടുത്തു കഴിഞ്ഞ സമയത്ത് ആ കുഴിയിലേക്ക് ഇട്ട്, എന്നിട്ട് അതിനെ മൂടുന്ന ഒരു എന്താ പറയാ, ജാഹിലിയ കാലത്തെ ആ ഒരു അവസ്ഥകൾ ആലോചിച്ച് പെൺകുട്ടികളുടെ, നമ്മളെ പോലെയുള്ള ആളുകളുടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ സമൂഹത്തെ മാറ്റിമറിച്ചത് ഈ ഖുറാനാകുന്ന ഈ ഒരു ഗ്രന്ഥമാണ്, അള്ളാഹ് റസൂലാണ്. അപ്പൊ അന്ന് മുതലാണ് റസൂല് സ്ത്രീകൾക്ക് ഒരുപാട് സ്ഥാനം കൊടുത്തു. ഉമ്മാക്ക് 3 സ്ഥാനം അല്ലെ, ഉപ്പാനെക്കാട്ടിലും. അതുപോലെ ഇത്രയും 2-3 പെൺകുട്ടികളെ വളർത്തി കഴിഞ്ഞാല് നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ് എന്നല്ലേ, പെൺകുട്ടികളുള്ളവർക്ക് സ്വർഗം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇത് ഖുറാനിലൂടെ സ്ത്രീകൾ ഒരുപാട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തോരം നന്ദി ഖുറാനോട് കാണിക്കണം. അപ്പൊ അതാ പറയുന്നത്, ഈ മാസം റമദാൻ മാസം ഖുറാനിന്റെ ബർത്ത്ഡേ ആയാലും ഖുറാൻ ഇറങ്ങിയ മാസം അതിനോട് ഏറ്റവും കൂടുതൽ നമ്മൾ എന്തുകൊണ്ടാണ് ബർത്ത്ഡേ എന്ന് പറയുന്നത്? ഒരു കുട്ടീന്റെ ബർത്ത്ഡേ ആകുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? സ്വന്തം മോന്റെ ബർത്ത്ഡേ ഉണ്ടെന്ന് നമ്മൾ വീട്ടിൽ പായസം ഉണ്ടാക്കൂലേ? അത് പാടുണ്ടോ പാടില്ല എന്നുള്ള, അങ്ങനൊന്നും പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. യൂഷ്വലി നമ്മളെന്താ, ആ കുട്ടീനെ പ്രത്യേകം ആക്കി കുറെ ഗിഫ്റ്റ് കൊടുത്ത് അവനൊരു ഭയങ്കര ആക്കലാണ് അല്ലെ. അതുപോലെ ഈ റമദാൻ മാസം ഈ നമ്മൾ ആനിവേഴ്സറി ആണ് ഖുറാന്റെ. അപ്പൊ ആ സമയത്ത് ഖുറാനോട് ഏറ്റവും കൂടുതൽ ഖുറാനിലുള്ള ഉള്ളിലേക്ക് കടന്ന് അതിനെ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തി, അത്തരത്തിലാണ് അതിനോട് നന്ദി കാണിക്കേണ്ടത്. ഈ റമദാൻ എന്ന് പറയുന്ന വാക്കിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് റമദ്, അതായത് വെയിൽ ചൂടിൽ വെന്ത് കിടക്കുന്ന മരുഭൂമിയിലേക്ക് അവിചാരിതമായി കടന്നു വരുന്ന മഴയെ കുറിക്കാനാണ് അറബികൾ റമദ് എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ഇത് റമദാൻ എന്ന് ഇതിനെ വെച്ചാൽ വിണ്ടു കീറി ഊഷരമായി കിടക്കുന്ന ഹൃദയങ്ങൾക്ക് മേലെ അവിചാരിതമായി വരുന്ന ഒരു ഇതാണ് ഈ റമദാൻ. അത്തരത്തിലാണ്, അതായത് നമുക്ക് ഇങ്ങനെ ഉണങ്ങിയ ഹൃദയത്തെയൊക്കെ തളിരിതമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അവസരമാണ് ഈ റമദാൻ മാസം, റമദാൻ എന്ന വാക്കിന്റെ അർത്ഥം. ഈ റമദാനിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഖുറാൻ അവതരിച്ച മാസമാണ്. അതിന്റെ ആ ഒരു മാസത്തിലേക്ക് നമ്മൾ 2 ദിവസം കൊണ്ട് കാലെടുത്ത് വെക്കുന്നില്ലേ, ആ മാസത്തിൽ കടക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വേണം, ഞാൻ കടന്നു വെക്കുന്ന ഖുറാൻ അവതരിച്ച മാസത്തിലേക്കാണ്. ഖുറാന്റെ ഗാംഭീര്യമൊക്കെ അറിയുന്നവർക്ക് അതിന്റെ ഒരു ഹുറുമത്ത് കിട്ടുള്ളൂ കേട്ടോ. ആ ഒരു ഖുറാനിനോട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. നരക കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസമാണ്. പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെടുന്നു. സ്വർഗ കവാടങ്ങൾ അള്ളാഹ് തുറന്നു വെച്ചിട്ട് അടിമകളെ മാടി വിളിക്കുന്ന ഒരു മാസമാണ്. എല്ലാ നന്മകൾക്കും 10 മുതൽ 70 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുന്ന മാസം. അള്ളാഹ് പറയുന്നത് നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം അള്ളാഹു തന്നെ നൽകും. എന്തുകൊണ്ടാണ് നോമ്പ് എനിക്കുള്ളതെന്ന്? ബാക്കി അമലുകളൊക്കെ മനുഷ്യന്മാർക്ക് കാണാൻ പറ്റൂല്ലേ, നിസ്കരിക്കുന്നത്. പക്ഷെ നോമ്പ് എന്ന് പറയുന്നത് ഒരാൾ നോമ്പുണ്ടോ ഇല്ലയോ എന്നുള്ള ആ വ്യക്തിയും അള്ളാഹു മാത്രം അറിയുന്ന കാര്യം. ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിച്ചോ ഇല്ലയോ എന്നൊക്കെയുള്ള നോമ്പിന്റെ ആ ഒരു ഇത് വികാരങ്ങളൊക്കെ അടിച്ചമർത്തി നിൽക്കുന്ന അള്ളാഹ്ക്ക് മാത്രമേ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എനിക്കുള്ളതാണ്, അത് എത്ര പ്രതിഫലം കൊടുക്കും എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നതാണ്. ഇതില് നോമ്പ് അള്ളാഹു മാത്രം അറിയുന്ന കർമ്മം. ഇതിൽ കപട വിശ്വാസികളുടെ നോമ്പിനെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം. കപട വിശ്വാസി എന്ന് പറയുമ്പോൾ നമ്മൾ ആരും വിചാരിക്കണ്ട നമ്മളൊന്നും ഇതിൽ പെടില്ല എന്നുള്ളത്. ഈ ഖുറാനില് നരകത്തിന്റെ അടിത്തട്ട് പറഞ്ഞ കപട വിശ്വാസികൾക്കാ. അടിത്തട്ട് ഏറ്റവും ഭയാനകമായിട്ട് അടിത്തട്ട്. ഈ നരകം സ്വർഗം തമ്മിൽ വ്യത്യാസം അറിയില്ലേ? സ്വർഗം എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുന്തോറും അതിലെ നിയമത്തുകളും അനുഗ്രഹങ്ങളും അതിലെ സുഖാനന്ദങ്ങളും വർദ്ധിക്കുമ്പോ, നരകം എന്ന് പറയുന്നത് താഴോട്ട് അടിയിലേക്ക് പോകും തോറും അതിന്റെ ശിക്ഷയുടെ കാഠിന്യങ്ങൾ കൂടി വരിക ചെയ്യുക. അതാണ് ഇതിന്റെ രണ്ടിന്റെ നേച്ചർ വ്യത്യാസം. അപ്പൊ അതിൽ ഏറ്റവും അടിത്തട്ട് എന്ന് പറയുന്നത് കപട വിശ്വാസികൾക്കാണ്. അല്ലാതെ ബഹുദൈവ വിശ്വാസി എന്ന ശിർക്ക് ചെയ്തവരും ഒന്നുമല്ല. കപട വിശ്വാസികൾ അത്രയും വെറുക്കപ്പെട്ട ആളുകൾ. കാരണം വിശ്വാസം ഉണ്ടെന്ന് ആളുകൾക്ക് മുന്നിൽ പറയുകയും അത് നാവ് കൊണ്ട് ചെയ്യും, പക്ഷെ ജീവിതത്തിൽ ഒട്ടും വിശ്വാസം കാപ്പട്ടി എന്ന് പറയില്ലേ, നമുക്ക് ചില ആളുകളുടെ നമുക്കത് ഫീൽ ചെയ്യൂലേ, എന്ത് കാപട്യാണ് നീ കാണിക്കുന്നത്, നീ പറയുന്നതൊന്നും നീ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നീ ഇവിടെ ഒരു സ്ഥലത്ത് ഒരു സ്വഭാവം മറ്റേ സ്ഥലത്ത് നീ മറ്റേ സ്വഭാവം കാണിക്കുന്ന എന്താ, തനി കാപട്യം. മുസ്ലിമാണവൻ, പക്ഷെ കാപട്യാണ് ജീവിതത്തില്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ നോമ്പെടുക്കുന്ന സമയത്ത് മറ്റുള്ളവർ കാണുകയും ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, നോമ്പുകാരനാണ്, നമ്മുടെ കൂടെ നോമ്പ് തുറക്കുന്നു, പക്ഷെ കപട വിശ്വാസിയാണ്. അത്തരത്തിലുള്ള ആളുകൾ മഴ പെയ്യുമ്പോ കമഴ്ത്തി വെച്ച പാത്രം പോലെയാണ്. അതായത് റമദാൻ മാസം മൊത്തം അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മരുന്ന് മാസമാണെങ്കിൽ ഈ മനുഷ്യനെ കമഴ്ത്തി വെച്ച പാത്രം പോലെ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തുള്ളി വെള്ളം, മഴ പെയ്യുമ്പോൾ ഒരു തുള്ളി വെള്ളം കമഴ്ത്തി വെച്ച പാത്രത്തിന്റെ ഉള്ളിൽ കിടക്കൂല അല്ലെ, എത്ര പെരുമഴയാണെങ്കിലും. അതുപോലെ ഇവൻക്ക് ഒരു അനുഗ്രഹവും പോലും കിട്ടൂല ഈ വിശ്വാസിക്ക്, അവിടെ വിശ്വാസിക്ക്.
അപ്പൊ അതാണ് വ്യത്യാസം, വിശ്വാസത്തിൽ കാപ്പറ്റിയുള്ള വ്യക്തിയുടെ നോമ്പ്. ഈ നോമ്പുകാരന് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ റമദാൻ മാസം ആഗതമാവുമ്പോ ഉണ്ടായ പ്രത്യേകതകളാ പറഞ്ഞിട്ട്. ഇനി ഒരു വിശ്വാസിയായ മനുഷ്യന്, നോമ്പുകാരൻ, ആ മനുഷ്യൻ നോമ്പെടുക്കുമ്പോ അള്ളാഹു അവന് പ്രത്യേകമായി നൽകുന്ന അനുഗ്രഹങ്ങളാ പറയുന്നത്. ആ വ്യക്തിക്ക്, ഇപ്പൊ പറഞ്ഞത് ആ മാസത്തിന്റെ പ്രത്യേകതകളാണ്. ഇനി വ്യക്തിക്ക്, അതായത് മൂന്ന് പേരുടെ തിരസ്കരിക്കപ്പെടാത്ത പ്രാർത്ഥന, മൂന്ന് പേരുടെ പ്രാർത്ഥന തിരസ്കരിക്കപ്പെടുകയില്ല. അതായത് നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നവരെ, അത് രണ്ട് ഇതുണ്ട്. നോമ്പ് തുറക്കുമ്പോൾ എന്നും പറയാറുണ്ട് ആ സമയത്ത്, അത് അല്ലെങ്കിൽ അത് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. പിന്നെ നീതിമാനായ ഭരണാധികാരി, ആക്രമിക്കപ്പെട്ടവന് പ്രാർത്ഥന, ഇവരെ പ്രാർത്ഥന അള്ളാഹ് തടയുകയില്ല, തട്ടുകയില്ല എന്നാ പറയുന്നത്. അതുപോലെ സ്വർഗത്തിലെ സ്പെഷ്യൽ ഡോർ, റയ്യാൻ എന്ന പേരുള്ള ഒരു കവാടം തന്നെ നോമ്പെടുത്ത് ഉള്ളവർക്കുള്ളതാണ് സ്വർഗത്തിൽ കടക്കാൻ. അതായത് ഈ റയ്യാൻ എന്ന വാക്കിന്റെ അർത്ഥം ദാഹശമനം വരുത്തുന്ന, റയ്യ് എന്ന, അതായത് കവാടം എന്ന വാതിലാണ് നോമ്പുകാർക്കുള്ള വാതിൽ. റയ്യ് എന്ന വാക്കിൽ നിന്നാണ് ദാഹശമനം വരുത്തുന്നത്. അതുപോലെ നോമ്പുകാരന്റെ രണ്ട് സന്തോഷങ്ങൾ, നോമ്പ് തുറക്കുമ്പോഴും അവന്റെ നാഥനെ കണ്ടുമുട്ടുമ്പോഴുമുള്ള രണ്ട് സന്തോഷങ്ങൾ. അതുപോലെ നോമ്പുകാരന്റെ വായ്നാറ്റത്തിന് പ്രത്യേകം അനുഗ്രഹമുണ്ട്. കസ്തൂരിയുടെ മണം, കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് സ്വർഗത്തിൽ നോമ്പുകാരന്റെ വായ്നാറ്റത്തിന് ഉണ്ടാകുന്നത്. ഈ നോമ്പ് എന്ന് പറയുന്നത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങളും മറ്റുള്ള ചീത്തകൾ അകന്നു നിൽക്കുന്നതിനാണ് നോമ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറയേണ്ടത് ഈ ശണ്ട കൂടുക, പിന്നെ ഉറങ്ങുക, ഇതുപോലെ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ഒഴിവാക്കി പിക്ചറിൽ കാണിച്ച പോലെ ഈ സമയം മൊത്തം ഇപ്പൊ നമ്മള് പിന്നെ ഈ റീൽസ് കണ്ടുവരിക്കുക, TV കാണുക, കുറെ അത് ഇത് വാട്സപ്പിലൊക്കെ കുറെ സ്പെൻഡ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ആ സമയത്തു നിന്നൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അതൊക്കെ ഈ രണ്ടാമത് പറഞ്ഞ ഖുറാനിലും നിസ്കാരത്തിലും തസ്ബീഹുകളിലും ദിക്റുകളിലും സദക്കയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുഴുവൻ സമയത്തെ മാറ്റുമ്പോഴാണ് നോമ്പ് നോമ്പാകുന്നത്. ഇനി റമദാനിൽ അവഗണിക്കുന്ന ആളുകൾ, അതായത് പ്രവാചകൻ പ്രാവശ്യം മിമ്പറിൽ സമയം കഴിയാനായിട്ട് ഇപ്പൊ നിർത്താട്ടോ. പ്രവാചകൻ മിമ്പറിൽ കയറുന്ന സമയത്ത് ജിബ്രീൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. അതായത് അതിൽ മൂന്നിനും ജിബ്രീൽ പിന്നെ എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ ചൊല്ലി. ജിബ്രീൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു, നബി ആമീൻ ചൊല്ലി. മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, പ്രായമായ മാതാപിതാക്കൾ ജീവിച്ചിരുന്നിട്ടും സ്വർഗം പോകാൻ കഴിയാത്ത മക്കൾ നശിക്കട്ടെ, നബി ആമീൻ പറഞ്ഞു. അതായത് പ്രായമായ മാതാപിതാക്കൾ നോക്കുക എന്നാണ് ഇസ്ലാമിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയ കർമ്മമാണ്. അത് സ്വന്തം വീട്ടിൽ സ്വർഗമുണ്ടായിട്ടും അത് നേടാൻ കഴിയാത്ത ഒരു വ്യക്തി നശിക്കട്ടെ, അതൊരു അത്രക്കും ഇതാണത്. അങ്ങനെ സ്വർഗം ഉള്ളിൽ വന്നിട്ട് അതിലേക്ക് കിട്ടാൻ അവന് പറ്റിയില്ലല്ലോ എന്നുള്ളത്. അടുത്തത്, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലാത്തവർ നശിക്കട്ടെ എന്നുള്ള മൂന്നാമത്തതാണ്, തന്റെ ജീവിതത്തിൽ ഒരു റമദാൻ വന്നു പോയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ നശിക്കട്ടെ. അതായത് ഇതൊക്കെ എന്ന് പറയുന്നത് അവൻ അത്രക്കും അത് സിമ്പിളായ കാര്യമാണ്, പക്ഷെ അവൻക്കത് കിട്ടിയില്ല. അത് അവർക്ക് നേടാൻ പറ്റിയില്ല എന്ന് പറയുന്ന പോലെ. അതായത് ഏതുപോലെന്ന് വെച്ചാല്, ഇപ്പൊ ഒരു പിന്നെ ഒരു പുറത്തിങ്ങനെ ഭയങ്കരമായിട്ട് മഴ, ഇപ്പൊ നാട്ടിലൊരു ഒരു ദിവസങ്ങൾ ആലോചിക്കുക, ഭയങ്കര മഴ പുറത്ത്. അപ്പൊ വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന നമ്മളുടെ ഒരാള് പറയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു, ഭയങ്കര ദാഹം, എന്താ ചെയ്യാ? നമ്മൾ എന്താ അവനോട് പറയാ? നീ ഒരു ഗ്ലാസ് എടുക്ക്, ആ പുറത്ത് ആ ജനലിലുള്ള വാതിൽ, ആ പുറത്ത് ഇവിടെ പോയിട്ട് ഒന്ന് ആ ഒരു വെള്ളം, വീട്ടിലൊന്നും വെള്ളം ഇല്ല, പക്ഷെ പുറത്ത് ദുരിതരാ മഴ പെയ്യുമ്പോ ഒരിത്തിരി ഒരു 1 മിനിറ്റ് ആ ഗ്ലാസ് അവിടെ എന്റെ മുന്നിൽ വെച്ചെന്താ, ഗ്ലാസ് നിറയും, നിന്റെ ദാഹം ശമിക്കും, നിനക്ക് കുടിച്ചാൽ ദാഹം ശമിക്കും. ഇത്രയേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യണം? അവന് എഴുന്നേൽക്കണം, എഴുന്നേറ്റ് ഗ്ലാസ് എടുക്കണം, ഗ്ലാസ് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഒരു കപ്പ് എടുത്തിട്ട് എന്താക്കണം? പുറത്ത് പോകണം, പുറത്ത് പോയിട്ട് അതൊന്ന് പിടിക്കണം. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ആലോചിച്ചിട്ട് അവൻ ഇവിടെ ഇരുന്നിട്ട് ദാഹിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് റമദാൻ മാസം. അത്രയും അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടും പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അന്നങ്ങനെ കാത്തിരുന്നിട്ടും ഇവനൊന്നും ചെയ്യാൻ വയ്യ. അവന് അലസമായിട്ടുള്ള ജീവിതം. അള്ളഹാനോട് ഒരു പൊറുക്കലിനെ തന്നെ കൈയൊന്ന് ഉയർത്തണം, അള്ളഹാനോട് ചോദിക്കണം, കുറച്ച് ഉറക്കത്തുനിന്ന് എടുക്കണം, യാന്ത്രിയാമങ്ങളിൽ അതിനു വേണ്ടി തേടണം. ഇതൊന്നും വയ്യ. പക്ഷെ തേടിയ ആളുകൾക്ക് ഇത് കിട്ടുള്ളൂ, അല്ലാത്തത് വെറുതെ അല്ല ഇങ്ങനെ കൊടുക്കൂല. അതായത് ഏതുപോലെന്ന് വെച്ചാല്, ഒരു പവർ സ്റ്റേഷനിൽ പവർ ഓണാക്കി, എല്ലാ വീടുകളിലും പിന്നെ സിറ്റിയിൽ മൊത്തം ലൈറ്റ് വന്നു, എല്ലാ വീടുകളും തെളിഞ്ഞു, സ്വന്തം വീട് മാത്രം ഇരുട്ടിൽ കിടക്കുന്നു. കാരണം എന്താ? കണക്ഷൻ എടുത്തിട്ടില്ല. അപ്പൊ അത് ആരുടെ തെറ്റാ? കണക്ഷൻ എടുക്കാത്തവന്റെ തെറ്റ്, അതല്ലാതെ പവർ ഓൺ ആക്കാത്തതുകൊണ്ടോ ഒന്നുമല്ല. അപ്പൊ അതായത് സ്വന്തം വീട്ടിലേക്ക് കണക്ഷൻ എടുത്ത ആളുകൾക്ക് മാത്രം ലൈറ്റ് കിട്ടും. അതുപോലെ സ്വന്തമായിട്ട് എഫേർട്ട് എടുത്താൽ മാത്രമേ എത്ര അനുഗ്രഹം ചൊരിയാണെങ്കിൽ അത് കിട്ടുള്ളൂ. ഇനി അടുത്ത ലൈലത്തുൽ ഖദറിനെ കുറിച്ച് കൂടി പറയാം. വിധി നിർണയ രാവ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബർത്ത്ഡേ ഓഫ് ഖുർആൻ എന്നാണ് ലൈലത്തുൽ ഖദർ.
ആ സമയത്ത് നമ്മൾ ആ ഖുർആന് നമ്മൾ വാരിപ്പുണർന്ന് ഒരുപാട് അതിനോട് അടുത്ത് ബന്ധം സ്ഥാപിക്കും. ഈ ഖുർആൻ നമ്മൾ സമീപിക്കുന്ന ഒരുപാട് രീതികളുണ്ട്. ഇതിന് മുന്നേ വേറെ ക്ലാസ് ഉണ്ടായിരുന്നു ഖുർആനിനോട് നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ളത്. അതില് 10-25 തരത്തിൽ ഖുർആൻ നമുക്ക് സമീപിക്കാം. ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. കുറെ തരത്തിൽ. ഒന്ന് അതിനെ പാരായണം ചെയ്യാം, ഒന്ന് അതിനെ തദബ്ബുർ ചെയ്ത് ഡീപ്പായിട്ട് പഠിക്കാം, ജസ്റ്റ് അർത്ഥം പഠിക്കാം, അല്ലെങ്കിൽ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കാം, കേൾക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കാം, പിന്നെ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യാം. അങ്ങനെ കുറെ തരത്തിൽ ഖുർആനെ സമീപിക്കാം. പക്ഷെ ഇതിൽ ഞാൻ പറയുന്നത് പല ആളുകളും കത്തം തീർത്ത് ഞാൻ 4-5 കത്തം തീർത്തു എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്ത് കിട്ടി? 5 പ്രാവശ്യം ആ വെറും നാവിലൂടെ ഉരുവിടുന്ന അറബി വാക്കുകളായിട്ട് 5 പ്രാവശ്യം കത്തം തീർത്തിട്ടുണ്ടാവും. അതിനേക്കാളും എത്രയോ ഇത് പ്രതിഫലം ഉണ്ട്. നിങ്ങൾ ആലോചിച്ചു, ഒരു ആയത്തിന്റെ അർത്ഥത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി നോക്കൂ. ആ ഇറങ്ങി നോക്കുമ്പോൾ നിങ്ങളെ ഹൃദയത്തിൽ ഇങ്ങനെ അള്ളഹാനോടുള്ള ഇഷ്ടം കൂടി വരും. നമ്മളെ ജീവിതം ഇങ്ങനെ ശുദ്ധമാവും. അപ്പൊ ഈ അർത്ഥത്തിലേക്ക് കടക്കാത്ത വെറും അറബി ഉച്ചാരണങ്ങൾ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു പഠനത്തിൽ നിന്ന് നമ്മൾ ഒരു പ്രാവശ്യം ഖുർആൻ വെറും ഓതി തീർക്കുക, രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഖുർആന്റെ അർത്ഥത്തിലേക്ക് പഠിച്ചുകൊണ്ടുള്ള ഓത്തിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അല്ലാതെ ഖുർആൻ ഒരിക്കലും നമ്മളെ ജീവിത വഴികാട്ടിയാവില്ല. അത് വെറും ഒരു പാരായണ ഗ്രന്ഥമായി മാറുന്ന അവസ്ഥയിലേക്ക് വരും. ഈ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് 1000 മാസത്തേക്കാൾ പ്രതിഫലമുറ്റതാണ്. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ 1000 മാസം നമ്മളൊരു കർമ്മം ചെയ്യുന്ന അത്രയും പ്രതിഫലം. ഇത് പല സ്ത്രീകളും പറ്റുന്ന അബദ്ധം എന്താന്ന് വെച്ചാല്, അവര് ആ സമയത്ത് നിസ്കാരം ഇല്ലാത്ത സമയമായിരിക്കും അന്ന് രാത്രി, ചിലപ്പോ ആ ഒരു ദിവസം. ചിലപ്പോ ഇത് ലൈലത്തുൽ ഖദ്ർ സംഭവിക്കുന്ന ഓഡ് നൈറ്റ്സിലാണല്ലോ, അല്ലെ, അവസാനത്തെ 10 ഓഡ് ആയിട്ടുള്ള ദിവസങ്ങളിൽ. ഇവര് അന്ന് നിസ്കാരം ഇല്ലാത്ത സമയത്ത് ഇവര് നിസ്കാരം ഇല്ല, ഓതാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. പക്ഷെ ആ ഒരു രാത്രി, നിങ്ങൾ ആ ഉറങ്ങിയ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ ആയതെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വലിയ ഒരു നഷ്ടമാണ്. ഒരു വർഷത്തിൽ അള്ളാഹു ഒറ്റ ദിവസം മാത്രം നൽകുന്ന വലിയ തോരാ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ആ ഒരൊറ്റ രാത്രി നഷ്ടപ്പെട്ടവൻ സകലവും നഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. അപ്പൊ അന്ന് ഒട്ടും ഉറങ്ങാതെ ദിക്റുകളിലും ദുആകളിലും ഒക്കെ മുഴുകിയിട്ട് ആ ജീവിതം, ആ ഒരു രാത്രി ഫുൾ അള്ളാഹുവിനെയൊക്കെ അടുത്ത് നമ്മൾ സമയം ഒരു നിമിഷം പോലും ചെലവാക്കാൻ. ചില ആളുകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു വെച്ചിട്ട് ചെയ്യാം. ഇപ്പൊ നിസ്കാരം ഇല്ലാത്ത ആളുകൾ 2 പേരുണ്ടെങ്കിൽ അവർ പറയാം നമുക്ക് ഇത്ര ദിക്റുകൾ ചെയ്യാം, ഇത്ര ഖുർആൻ ഓതാം. അല്ലെങ്കിൽ നമ്മൾ എന്താവും, ഒരാൾ മാത്രമാകുമ്പോൾ തളർന്നു പോകും, അതായത് വീക്കായി പോകും. നമ്മൾ കുറച്ചേരം ഉറങ്ങാന്ന് വിചാരിക്കും. അപ്പോഴേക്കും 2 ആളുണ്ടാവുമ്പോൾ എന്താ, മറ്റാൾ വിളിക്കും, നീ ചെയ്തോ, നീ ഉറങ്ങുകയാണോ ഇപ്പോഴും എന്ന് വിളിക്കാൻ ഒരാളുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, പറഞ്ഞു വെച്ചിട്ട് അത്രക്കും അതിനെപ്പറ്റി ചിന്തിക്കുന്നവരുണ്ട്. ഇതില് പിന്നെ 1000 മാസം ആ രാത്രി എന്ന് പറയുന്നത് ശാന്തമായ രാത്രിയാണ്. അന്നേ ദിവസം ശരിക്കും ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ആ ദിവസം രാത്രി ഇവിടെ മരിക്കാതെ ജീവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മളത് ഫീൽ ചെയ്യണം. ഇന്ന് ലൈലത്തുൽ ഖദ്റാണ്. പടച്ചവനെ, ഭൂമിയിലെ മണൽത്തരികളോളം മലക്കുകൾ ഇറങ്ങി വരുന്ന ഒരു രാത്രിയാണത്. ഭൂമിയിലെ മണൽത്തരി നിങ്ങൾ എണ്ണി നോക്കൂ, എത്രമാത്രം ഉണ്ടാവും. അത്ര എണ്ണം മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അസുലഭ സന്ദർഭം. അപ്പൊ മഴ പെയ്യുന്ന ആലോചിക്കുക, മഴ പെയ്യുന്ന പോലെ മലക്കുകൾ ഇങ്ങനെ വീഴുക, ഇറങ്ങി വരിക. എന്തിന്? താഴേക്ക് മണ്ണും വിണ്ണും, അതായത് മണ്ണും വിണ്ണും. ഇപ്പൊ മഴ പെയ്യുമ്പോ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ആകാശവും ഭൂമിയും ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ് അല്ലേ ഉണ്ടാവുക, ഒരു കണക്ഷൻ വന്ന പോലെ. അതുപോലെ മണ്ണും വിണ്ണും യോജിക്കുന്ന ഒരു അപൂർവ വേളയാണ് ലൈലത്തുൽ ഖദ്ർ. മലക്കുകളാണ് ഇൻ ബിറ്റ്വീൻ, മലക്കുകൾ. നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ആ സന്ദർഭത്തിൽ ഉറങ്ങിക്കളയരുത്. അത് നമ്മൾ ഫീൽ ചെയ്യണം. ഇന്ന് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങിയാണ്, എന്റെ വീടിന്റെ ഉള്ളിലുണ്ട്, റൂമിലുണ്ട്, എന്നെ അനുഗ്രഹിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ ദുആകളുള്ള ആളുകളെയൊക്കെ അവരിങ്ങനെ കാണുകയാണ്. അപ്പൊ അന്ന് രാത്രിയാണ് ഭാഗധേയങ്ങൾ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ എന്താ? വിധി നിർണയം എന്നാണ്. നമ്മൾക്ക് ഒരു വർഷത്തേക്കുള്ള എല്ലാ തീരുമാനങ്ങളും മലക്കുകളുടെ അടുത്ത് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു ദിവസമാണത്. അപ്പൊ ആ വർഷം നശിപ്പിക്കേണ്ട രാജ്യങ്ങൾ അതിലുണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, ഒരു വ്യക്തിക്കുള്ള ഭാഗനിർണയം ഉണ്ടാവും, ഒരു പിന്നെ കുടുംബത്തിന്, ഒരു സമൂഹത്തിന്, ഒരു രാഷ്ട്രത്തിന്, ഒരു ദേശത്തിന്, ഇങ്ങനെ ഓരോരോ ഇതിനുള്ള തീരുമാനം ഒരു വർഷത്തേക്കുള്ളത് മലക്കുകൾ വഴി ഇറങ്ങുന്ന. അതായത് ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ ഒരു വർഷത്തിലുള്ള ലൈലത്തുൽ ഖദ്റിൽ അത് തീരുമാനിച്ചിട്ടുണ്ടാവും. മനസ്സിലായോ? ഒരുപക്ഷെ അള്ളാന്റെ തീരുമാനങ്ങൾ. പക്ഷെ ഇവിടെ വ്യത്യാസം എന്താണ്? ആ ഒരു രാത്രിയിലുള്ള തീരുമാനങ്ങളെല്ലാം നന്മയിൽ അധിഷ്ഠിതമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ രാജ്യത്തെ, ആ ഒരു സ്ഥലത്ത് നശിപ്പിക്കാൻ ഉദ്ദേശിച്ച എന്തെങ്കിലും ഹൈറ് ഉദ്ദേശിച്ചിട്ടാണ് അത് ഉണ്ടായിട്ടുണ്ടാവുക.
അപ്പൊ അന്ന് നമ്മള് ദുആകള് ഇതിപ്പോ ജോലി നഷ്ടപ്പെട്ട ആളുകള് ഇപ്പൊ പല ആളുകളും ഇങ്ങനെ നോമ്പിലേക്ക് അടുക്കുമ്പോഴും വളരെ പ്രയാസത്തിലാണ്. എന്റെ മോൻ അങ്ങനെ, എന്റെ മോൻ ഇങ്ങനെ, അവന്റെ അല്ലല്ലേ കല്യാണം ശരിയാവാത്തവര്, അതുപോലത്തെ ജോലി നഷ്ടപ്പെട്ടവര്, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടവര്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ അങ്ങ് അള്ളാഹുലേക്ക് അർപ്പിക്കാനുള്ള ഒരു മാസമായിട്ട് റമളാനെ കാണും. റമളാൻ കഴിയുന്നതോടുകൂടി പ്രയാസങ്ങളെല്ലാം പോണം. അള്ളാഹിനോട് ചോദിച്ചു വാങ്ങണം. കാരണം ഈ ലൈലത്തുൽ ഖദ്ർ നമ്മുടെ വിധി നിർണയ രാവാണ്. ആ ഒരു വിധിയിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് തരും. അള്ളാഹ് ഒരു അടിമയുടെയും കൈ തട്ടിക്കളയില്ല. അപ്പൊ ഇത് അന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട് പ്രത്യേകം. ആ ലൈലത്തുൽ ഖദ്റിൽ നിങ്ങൾ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഈ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അള്ളാഹുവെ എന്നെ നീ എല്ലാം പൊറുക്കുന്നവനാണ് പഠിച്ചവനെ, എനിക്ക് നീ പൊറുക്കലിനെ ഇഷ്ടപ്പെടുന്നു. തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, എന്നോട് നീ പൊറുക്ക് പഠിച്ചവനെ എന്നുള്ള പ്രാർത്ഥന ഇങ്ങനെ മതിയാവോളം പ്രാർത്ഥിക്കുക. അപ്പൊ ഈ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫുള്ളും നഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. ഇനി ഈ റമദാനിലെ നിർത്താൻ രണ്ട് കാര്യം കൂടെ ഉള്ളൂ. ഈ ആളുകള് ഇപ്പൊ ഞാനിവിടെ കാണിച്ച ഈ പിക്ചർ നിങ്ങൾ കണ്ടോ? മഴ പെയ്യുന്ന സമയത്ത് പല ആളുകൾ റമദാന് പല രീതിയിലാണ് സമീപിക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഒരു ദിവസം 24 hours ആണ്. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓരോരുത്തർ സാഹചര്യം വ്യത്യാസമാണ്. പക്ഷെ സ്റ്റിൽ നമ്മൾ ഈ റമദാൻ 30 ദിവസം വരുമ്പോ ഓരോരുത്തർ ഇതിനെ എടുക്കുന്ന രീതിയാണ് ഞാൻ ഈ കാണിച്ചത്. ഇപ്പൊ പുറത്ത് മഴ പെയ്യുമ്പോ ഫുള്ള് നമ്മള് വീട്ടില് വെള്ളം ഇല്ലാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് വെള്ളം കുറച്ച് പിടിച്ചു വെക്കാണ്. അപ്പൊ പിടിച്ചു വെക്കണം എന്ന് ചില ആളുകൾ വിചാരിക്കുക എങ്ങനെയാ വെച്ചാൽ അവര് വീട്ടിലുള്ള ഫുള്ള് പാത്രം പുറത്ത് കൊണ്ടുപോയി വെക്കും, വിറയത്ത് കൊണ്ടുപോയി വെക്കും, ഓടുമെന്ന് വെള്ളം വീഴുന്നിടത്തിൽ ഒരു പാത്രം വെക്കും. എന്നുവെച്ചാൽ വെള്ളം ഈ മഴ അങ്ങ് കഴിഞ്ഞാൽ കഴിഞ്ഞു. മഴ മേ ബി ഒരു 2 hours ആയിരിക്കും മഴ ഉള്ള പ്ലാൻ ചെയ്തിട്ട്. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ സ്റ്റോപ്പ് ചെയ്യുന്നുള്ള തികഞ്ഞ ബോധ്യം കൊണ്ട് ഇവര് ഈ 2 മണിക്കൂറിൽ പരമാവധി കിട്ടട്ടെ എന്ന് വെച്ച് വീട്ടിലുള്ള ഗ്ലാസും പാത്രവും കപ്പും എന്താണോ കളക്ട് ചെയ്യാൻ പറ്റുന്നത്, ഈവൻ കവർ പോലും വെച്ചിട്ട് അവരെന്താവും, അവര് ഫുള്ള് കളക്ട് ചെയ്യാണ്. പോരുന്നത് ഫുള്ള് പോരട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ചില ആളുകളുണ്ട്, കാരണം ഈ 30 ദിവസം കഴിയുമ്പോ അത് തീരുമല്ലോ. ചില ആളുകൾ വെറും അലസമായിട്ട് വീട്ടിലുള്ള ഒരു ബക്കറ്റ് കൊണ്ടുവച്ചിട്ട്, അല്ലെങ്കിൽ വീട്ടിലൊരു 5 ബക്കറ്റ് ഉണ്ടാവും, ആ 5 ബക്കറ്റ് കൊണ്ടുവച്ചിട്ട് അവിടെ ഇരിക്കും. അത് മതി, ഇപ്പൊ തൽക്കാലം വെള്ളം ആയല്ലോ, അത്രേ വേണ്ടി വരുള്ളൂ എന്നുള്ളതിൽ അലസമായിട്ട് റമദാനിനെ കാണുന്ന ആളുകളുണ്ട്. അലസമായിട്ട്. അപ്പോ ഇത് ഓരോരുത്തർക്ക് സമീപിക്കുന്ന പോലെയാണ് കിട്ടുക. അത് എത്ര പോരുന്നു അത് വെച്ചാൽ അവിടെ ഇങ്ങനെ ചൊരിയാണ് അള്ളാഹ് അനുഗ്രഹങ്ങള്. അപ്പൊ അതിൽ എത്ര വേണം എന്ന് വെച്ചാൽ സ്വന്തമാണ് തീരുമാനിക്കണം. അപ്പൊ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ദിക്റുകളിൽ ഇങ്ങനെ നാവ് നനയുന്നവരുണ്ട്. ഭക്ഷണം അവരുണ്ടാക്കുന്നുണ്ട്, പക്ഷെ ദിക്റുകൾ വെറുതെ അനാവശ്യ സംസാരങ്ങൾക്ക് അവർക്ക് സമയമില്ല. അവര് വെറുതെ മൊബൈലിൽ ചെലവഴിക്കില്ല. ഒന്നും മൊബൈലിൽ ചെലവഴിക്കും, ആവശ്യ നന്മകൾ ചെയ്യാൻ വേണ്ടി മാത്രം അവരുടെ സമയം മൊബൈലിൽ അവർ ചെലവഴിക്കുന്നത്. അപ്പൊ വളരെ സങ്കടകരമായ ഒരു കാര്യം ചില ആളുകൾക്ക് വെറും വിശപ്പും ദാഹവും അല്ലാതെ നോമ്പിൽ നിന്ന് ഒന്നും ലഭിക്കുകയില്ല. അവര് കുറെ പട്ടിണി കിടന്നു, അവര് കുറെ ദാഹിച്ചു എന്നല്ലാതെ നോമ്പ് കൊണ്ട് ഒന്നും നേടാത്ത ആളുകളും ഉണ്ടാവും. ചില ആളുകൾക്ക് ഒരുപാട് ഉറക്കം നഷ്ടപ്പെട്ടു എന്നല്ലാതെ യാതൊരു നേട്ടവും രാത്രി നമസ്കാരം കൊണ്ട് ലഭിക്കുകയില്ല. ഇനി ത്വൽഹത്ത് ഇബ്നു ഉബൈദുള്ളയുടെ ഒരു സ്വപ്നം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഇത്. അതായത് ത്വൽഹത്ത് ഇബ്നു ഉബൈദുള്ള എന്ന് പറയുന്ന സഹാബി ഒരു സ്വപ്നം കാണുകയാണ്. അതായത് എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ 2 കൂട്ടുകാരന്മാർ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം കണ്ട സ്വപ്നം, ആദ്യത്തെ ആള് മരിച്ചു പോയത് പിന്നെ രക്തസാക്ഷിയായതാണ്, ഷഹീദായതാണ്. രണ്ടാമത്തെ ആള് സ്വാഭാവിക മരണം ബാധിച്ചിട്ടാണ് മരിച്ചത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തില് ഇദ്ദേഹം കാണുന്നത് രക്തസാക്ഷിയായി മരിച്ച ആള് സ്വാഭാവിക മരണം ബാധിച്ച ആളുകളെക്കാളും ബാക്കിലാണുള്ളത്. സ്വർഗത്തിൽ കിടക്കുമ്പോൾ ആദ്യം കടന്നത് സ്വാഭാവിക മരണം ബാധിച്ച്, പിന്നെയാണ് രക്തസാക്ഷി. അപ്പൊ ഇതിന്റെ പൊരുൾ പ്രവാചകനോട് ചോദിക്കുകയാണ്. ഞാനിങ്ങനെ സ്വപ്നം കണ്ടു പ്രവാചകൻ, എന്താണ് അതിന്റെ പൊരുൾ? പ്രവാചകൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചു. പ്രവാചകൻ ഒരു ചോദ്യം ചോദിച്ചത്, ഈ സ്വാഭാവിക മരണം ബാധിച്ച് മരിച്ച വ്യക്തി മറ്റാളെക്കാൾ കൂടുതൽ ആയുസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതെ, 1 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയെങ്കിൽ ആ ഒരു വർഷം കിട്ടിയ റമദാനാണ് അദ്ദേഹത്തെ രക്തസാക്ഷിയേക്കാൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്നാണ് പ്രവാചകൻ മറുപടി നൽകി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു റമദാൻ മാസം ഒരു ജീവിതത്തിൽ കിട്ടുക എന്നത് നിസ്സാരമല്ല. പണ്ട് നമ്മളുടെ ഉപ്പാപ്പന്മാർക്കൊക്കെ റമദാൻ മാസം വരുന്ന ഭയങ്കര ത്രില്ലായിരുന്നു. നേരത്തെ ഒരുങ്ങും, റമദാനിന് 4 മാസേ ഉള്ളൂ, ഇനി 2 മാസേ ഉള്ളൂ. നമ്മളിത് അടുത്തെത്തിയാലും നമ്മൾ അതിന്റെ ബോധം സാധാരണ പോലെ നമ്മളെ മൈൻഡിലുള്ളല്ലേ. പക്ഷെ പണ്ടത്തെ ആൾക്കാർ അങ്ങനെയല്ല. 6 മാസം മുന്നേ പറയും 6 മാസം കഴിഞ്ഞ് റമദാൻ വരികയാണ് എന്നുള്ളത്. പക്ഷെ അത്രക്കും വിലപ്പെട്ടതാണ് റമദാൻ മാസം ശരിക്കും. അപ്പൊ ആ റമദാൻ മാസത്തിൽ ആയുസ് നീട്ടിക്കിട്ടാൻ, അല്ലെങ്കിൽ ആരോഗ്യം കിട്ടാനൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അത്തരത്തില് നിർത്താണ് ഈ ഒരു അപ്പോ എത്രമാത്രം വിലപ്പെട്ടതാണ് റമദാൻ എന്നുള്ളതും, ആ റമദാനില് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പഴുതുകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അത്തരത്തില്
ഈ വരുന്ന റമദാൻ, ഇത് നാളെയോ അല്ലെ മറ്റന്നാളോ നമ്മളിലേക്ക് ആഗതമാവുന്ന റമദാനിലേക്ക് അള്ളാഹു നമ്മുടെ ആയുസ് നീട്ടി തെരുമാറാകട്ടെ. നമുക്ക് ആ റമദാനിൽ നല്ല ആരോഗ്യം, എല്ലാ അമലുകളും അതിന്റെ പൂർണ്ണതയോടുകൂടി, ആരോഗ്യത്തോടുകൂടി, ഊർജ്ജസ്വലതയോടുകൂടി നമുക്ക് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അനാവശ്യമായി പോകുന്ന സമയങ്ങൾ, നമ്മുടെ മൊബൈലുകളിൽ കുട്ടികളെ ദേഷ്യം പിടിച്ചിട്ടും ഒരുപാട് ചീത്ത സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടല്ലേ, അതൊക്കെ മാറ്റിയിട്ട് ആ സമയമൊക്കെ നമ്മൾ തികഞ്ഞ ബോധത്തോടു കൂടി, എന്റെ സമയം പോവാന്നുള്ള ചിന്തയോടു കൂടി തന്നെ അതൊക്കെ നന്മയിലേക്ക് മാറ്റുവാനുള്ള കഴിവ് നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അങ്ങനെ പിശാചിന്റെ പ്രേരണകളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ഈ റമദാനിൽ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ റമദാൻ കഴിയുന്നതോടുകൂടി റമദാന്റെ ലക്ഷ്യമായ തെക്കുവ നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ഈ റമദാൻ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.